ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. ആൻസിസ്റ്റർ സംസാരിച്ചായിരുന്നോ? എന്തെങ്കിലും പറയാൻ വന്നായിരുന്നോ? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ആ, ഓക്കെ. ഇതിൽ ബ്രദറെ, ഇവിടെ അഫ്സലിന് ശേഷമാണ് ഡോക്ടർ സംസാരിച്ചത്. അഫ്സലും ഡോക്ടറും ഇവിടെ മുന്നോട്ട് പറഞ്ഞ രണ്ട് വാദങ്ങൾ. അതിൽ ഒരു കാര്യത്തിന് വന്നച്ചു പോയ ഡോക്ടർ പറഞ്ഞതിന് അനിൽ കൊടുത്തോട്ടം പാസ്റ്റർ വളരെ ശക്തമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് സ്വീകാര്യമായ മറുപടി തന്നെ. അതായത് രണ്ടാം ചേര സാമ്രാജ്യം എന്നുള്ള ആ പഠനമൊക്കെ എന്ന് പറയുന്നത് അതൊരു കഥ മാത്രമാണ്. അതൊക്കെ ചുമ്മാ വെറുതെ തള്ളിമറിച്ചിരിക്കുന്നതാണ്. അത് ശ്രീധരമേനോന്റെ കേരള ചരിത്രമാണ് അതിനെ ഒത്തിരി പ്രൊമോട്ട് ചെയ്തത്. എന്നാൽ ബാലകൃഷ്ണനെ പോലെയുള്ള ചരിത്ര പഠിതാക്കള് പരിപൂർണമായിട്ട് ചേര സാമ്രാജ്യം എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ തന്നെ തള്ളിപ്പറയുകയും ആ നിലയിലാണ് ഇപ്പൊ കേരള ചരിത്രം മുന്നോട്ട് പോയി. അങ്ങനെ ഒരു രണ്ടാം ചേര സാമ്രാജ്യം എന്ന് പറഞ്ഞൊരു ഒരു വസ്തുതാപരമായ യാഥാർത്ഥ്യമേ ഇല്ല. അപ്പൊ അതുകൊണ്ട് അതിനെയൊക്കെ ബേസ് ചെയ്താണ് ഇന്നും ഇസ്ലാമിക ചരിത്രകാരന്മാര് രേഖ ഉണ്ടാക്കി ഇവിടെ അവർക്കൊരു വലിയ ഒരു ആധിപത്യം ഉണ്ട് പഴയകാലം മുതൽ എന്നൊക്കെ വരുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നാട്ടുരാജ്യങ്ങളുടെ തമ്പ്രാക്കന്മാരായിട്ടുള്ള ആളുകളൊക്കെ പിന്നീടുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ പോലും അതിന് തൊട്ട് മുമ്പ് വരെ ഉള്ളതായിട്ട് നമുക്ക് അറിയാവുന്നതാണല്ലോ. അതുപോട്ടെ. എന്നാലും അദ്ദേഹം ഇവിടെ ഒരു ഇസ്ലാമിസ്റ്റുകൾക്ക് അപ്പുറം ചരിത്രത്തെയും ടെമ്പിളുകളെയും ജാതി മത സമുദായങ്ങളെയും ഇല്ലാതാക്കി കളഞ്ഞു എന്നുള്ള നിലയിൽ ക്രൈസ്തവ മുന്നേറ്റങ്ങളെ അങ്ങനെ ഒരു കുപ്പിക്കുള്ളിലാക്കി അദ്ദേഹം അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. അതിനാണ് എഫെസോസിലെ കാര്യം അദ്ദേഹം പറഞ്ഞത്. ഇവിടെ എന്താ പറഞ്ഞ ഈ കേരളത്തിലെ തന്നെ പല സ്ഥലങ്ങളിലെ കാര്യങ്ങൾ പറഞ്ഞു, യൂറോപ്പിലെ കുറെ സ്ഥലങ്ങളിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇതിന്റെ മറ്റൊരു വാദമാണ് അഫ്സൽ ഇവിടെ കൊണ്ട് പറഞ്ഞത്. 47 ശേഷം ഇവിടെ ഏതെങ്കിലും മുസ്ലിമുകൾ യുദ്ധങ്ങൾ നടത്തിയോ ആരെങ്കിലും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയോ കൊല്ലുകയോ ചെയ്തിട്ടുണ്ടോ? അഫ്സലോട് മനഃപൂർവ്വമായിട്ട് ഒരു വാക്ക് പ്രത്യേകം പറയാൻ എടുത്തു പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്ത്യാനികളെ എന്നുള്ള ഒരു വാക്ക് പറഞ്ഞു. ഇന്ത്യയിൽ ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങൾ ആക്രമിച്ചതായിട്ട് തെളിവുണ്ടെന്ന് ചോദിച്ചു. ഇന്ത്യയിൽ ഹിന്ദുക്കളെ എന്നുള്ള വാക്ക് പറയാൻ അഫ്സലിന് ധൈര്യം ഇല്ലാത്തതുകൊണ്ട് അതങ്ങനെ മിണ്ടാണ്ട് വിട്ടു. അപ്പം ഇന്ത്യക്കുള്ളിൽ മുസ്ലിംസ് അതിനുശേഷം 47 ശേഷം ഏതെങ്കിലും റൈറ്റുകളോ കാര്യങ്ങളോ നടത്തിയിട്ടുണ്ടോ എന്നുള്ള ഒറ്റ വാക്കിൽ ചോദിക്കാൻ പറ്റാത്തത് കൊണ്ട് അതിന് ഇഷ്ടം പോലെ തെളിവുകൾ കൊടുക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് പുള്ളി കൃത്യമായിട്ട് ക്രിസ്ത്യാനികളെ ആക്രമിച്ചു എന്ന് ചോദിച്ചു. അത് ഡോക്ടർ പറഞ്ഞതും അഫ്സൽ പറഞ്ഞതുമായ രണ്ട് കാര്യത്തിന്റെയും ഒരു മറുപടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഇവർ ഈ പറയുന്ന ന്യായവാദം ഉണ്ടല്ലോ, ക്രൈസ്തവർ പലയിടത്തും പോയിട്ട് ക്ഷേത്രങ്ങള് അല്ലെ അമ്പലങ്ങള് മറ്റ് അമ്പലങ്ങൾ ഇല്ലായ്മ ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു എന്ന് പറയുന്നത്. ഇവിടെ എഫെസോസിലെ കാര്യം എടുക്കുക. എഫെസോസ് സിറ്റിയുടെ ചരിത്രം ബൈബിളിൽ തന്നെ രേഖപ്പെടുത്തുന്നിടത്ത് ആ പട്ടണത്തിലെ വിശ്വാസം അവർ തന്നെ വേണ്ടെന്ന് വെക്കുകയും ആർത്തിമസ് മഹാദേവിയുടെ ക്ഷേത്രം പിന്നീട് ഭൂകമ്പത്തിൽ തകർന്നു പോവുകയാണ് ചെയ്തതെന്നുള്ളത് ചരിത്ര പഠിതാക്കൾക്ക് കൃത്യമായിട്ട് അറിയാം. അതിന്റെ ഇപ്പൊ 3-4 പില്ലേഴ്സേ അങ്ങനെ തന്നെ ശേഷിക്കുന്നുള്ളൂ. അത് ക്രിസ്ത്യാനികൾ നശിപ്പിച്ചതാണെന്ന് ഈ ഡോക്ടർ പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ ചരിത്രബോധം എത്ര വലുതാണെന്ന് നമ്മൾ ചിന്തിക്കണം. ഇപ്പോഴും നിങ്ങൾക്ക് റെക്കോർഡ്സ് ഉള്ള കാര്യമാണ്. അതൊരു ഭൂകമ്പത്തിലാണ് അർത്തിമസ് മഹാദേവിയുടെ ക്ഷേത്രം താഴെ വീണ് പോയത്. അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ എവിടെയെങ്കിലും അവരുടെ മതം സ്ഥാപിക്കാൻ വേണ്ടി വാളുകൊണ്ട് യുദ്ധം ചെയ്ത് ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കുകയോ, ക്ഷേത്രം എന്ന വാക്കിന് ഉദ്ദേശിക്കുന്നത് എങ്കിലും മറ്റ് മതങ്ങളുടെ ആരാധനാലയങ്ങൾ എന്ന അർത്ഥത്തിലാണ്, പിടിച്ചെടുക്കുകയോ അത് നശിപ്പിക്കുകയോ എന്നിട്ട് അവിടെ അവരുടെ കൊടി നാട്ടുകയോ അവരുടെ ആചാരം അവിടെ നിർബന്ധപൂർവ്വം ആക്കി തീർക്കുകയോ അങ്ങനെ ചെയ്ത് എന്തെങ്കിലും ഒരു ചരിത്രത്തിന്റെ ഏതെങ്കിലും ഒരു തുമ്പ് എവിടുന്നെങ്കിലും കണ്ടെത്തി കൊണ്ടുവരാൻ പറ്റുമോ? 2, ക്രിസ്ത്യാനികള് ഇന്ത്യയെ ആക്രമിച്ചു എന്നുള്ളൊരു വാദം അഫ്സൽ ഇതുവരെ പറഞ്ഞില്ല, ഇദ്ദേഹവും പറഞ്ഞില്ല. പക്ഷെ ഇൻഡയറക്ട്ലി പറയാൻ ശ്രമിക്കുന്ന കാര്യം ക്രിസ്ത്യാനിറ്റി വരുന്നിടത്തെല്ലാം അവിടെയുള്ള കൾച്ചർ നശിപ്പിക്കുന്നു എന്നാണ്. ശരിക്കും ഇവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് അങ്ങനെ തോന്നുന്നത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അഫ്സലിന്റെ ആർഗ്യുമെന്റിലുള്ളത്, അവിടെ അനിൽ ബ്രദർ അതൊന്ന് സൂചിപ്പിച്ചിരുന്നു. ഇവിടെ ഞങ്ങൾ ക്രൈസ്തവർ ഒരു സുവിശേഷം എന്ന സന്ദേശം ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നുണ്ട്. അവരത് പ്രചരിപ്പിക്കുകയും ചെയ്യും, ഞങ്ങളത് ചെയ്യുകയും ചെയ്യും. ആര് തടഞ്ഞാലും കൊക്കിന് ജീവനുള്ള കാലം ഞങ്ങളത് ചെയ്തിരിക്കും. അത് വേറെ കാര്യം. എന്നാൽ അത് ചെയ്യുന്നതിലൂടെ ആളുകൾ ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുമ്പോൾ ആ ക്രൈസ്തവ വിശ്വാസത്തിന്റെ സ്വീകരണവും വാളുകൊണ്ട് ഏതെങ്കിലും ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ, ഒരു കൾച്ചറിനെ, ഒരു രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ട് അവിടെ ഞങ്ങളുടെ മതം സ്ഥാപിക്കുകയും ജസിയ കൊടുത്ത് 2ാം പൗരന്മാരെ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥിതി ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്.
അത് ഇന്നും നിലനിൽക്കുന്നത് കൊണ്ട് 47-ന് മുൻപ് എന്ത് സംഭവിച്ചോ അത് തന്നെ ഇനിയും സംഭവിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവര് പറയും ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഇവിടെ നമ്മൾ ജീവിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് മതസ്പർദ്ധയാണ്, ഇന്നലകളിലെ ചരിത്രം എടുത്തിട്ട് നിങ്ങൾ ഇന്ന് അങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നാണ് ഇവരുടെ വാദം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എത്രയോ ജനാധിപത്യ രാജ്യങ്ങൾ, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ, ഇസ്ലാമിന്റെ ജനസംഖ്യ വർദ്ധിച്ചപ്പോൾ കമ്മ്യൂണിസം ഇല്ലാതായി. അവിടെ ജനാധിപത്യം ഇല്ലാതായി. ഇപ്പം പാകിസ്ഥാൻ ജനാധിപത്യ രാജ്യമാണെന്നും പറഞ്ഞ് 47-ൽ സെറ്റിലായ രാജ്യമാണ്. ഇപ്പോഴെന്താ സംഭവിച്ചിരിക്കുന്നത്? അവിടെ മതാധിപത്യമാണ് നടക്കുന്നത്. ഇസ്ലാമിക രാജ്യമായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അവിടുത്തെ ഭരണഘടന പ്രകാരം എന്ത് സ്വാതന്ത്ര്യമാണ് ഈ ഇസ്ലാമിക വിശ്വാസികൾക്കല്ലാതെ മറ്റുള്ളവർക്ക് എന്ത് സ്വാതന്ത്ര്യമാണ് ആ രാജ്യത്തുള്ളത്? ഒന്നുമില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തും ജനസംഖ്യാനുപാതികമായി ഇവർ വർദ്ധിച്ചു വരുന്ന കേരളം പോലുള്ള സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ആസാം പോലുള്ളിടത്ത് നമ്മൾക്ക് കഴിഞ്ഞ 90-കളുടെ ചരിത്രം അറിയാം. കാശ്മീരിലൊക്കെ സംഭവിച്ചത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് 4-ാം സ്ഥാനത്ത്, മുസ്ലിം ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള സ്റ്റേറ്റുകളിൽ 4-ാം സ്ഥാനത്താണ് കേരളം നിൽക്കുന്നത്. അപ്പം ഈ കേരളം പോലുള്ള സ്റ്റേറ്റിൽ ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. ഇന്നലകളിൽ ഇത് സംഭവിച്ചുവെങ്കിൽ അതിന്റെ കാരണം അവരുടെ ടെക്സ്റ്റുകളാണ്, അവരുടെ കിതാബുകൾ അത് പഠിപ്പിക്കുന്നു. ആ കിതാബുകൾ ഇവര് തള്ളിപ്പറയുകയോ അതിന് ഏതെങ്കിലും നിലയിൽ ഒരു പുതുമ വരുത്തുകയോ അതിൽ ഏതെങ്കിലും വേദവാക്യങ്ങൾ നള്ളിഫൈ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയും അത് അങ്ങനെ തന്നെ അനുഷ്ഠിക്കപ്പെടേണ്ടതാണെന്ന് ഇവർ പഠിപ്പിക്കുകയും അതിനുവേണ്ടി റാഡിക്കൽ ഇസ്ലാമുകൾ ജനാധിപത്യ രാജ്യത്ത് വളരെ രഹസ്യാത്മക സ്വഭാവത്തോടുകൂടെ വളരെ ഏതൊക്കെ വിധത്തിലുള്ള ഭീകര പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സംഘടനകളുടെ ആ കാര്യം നേടിയെടുക്കാമോ, അത് SDP ആണെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും ഇനി ഇത് നമ്മൾ അറിയാതെ ലഷ്കർ തായ്ബ ആണെങ്കിലും ഇവിടെ ഈ മുൻ DGP പറഞ്ഞതുപോലെ പോക്കറ്റുകളായി തീർന്നിരിക്കുന്ന സമൂഹങ്ങളായി ഇവിടെ പ്രവർത്തിക്കുന്ന ക്ഷുദ്ര സംഘടനകളാണെങ്കിലും ഇവരുടെ എല്ലാം ലക്ഷ്യമെന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ, ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഈ സ്റ്റേറ്റിനെ, ഈ രാജ്യത്തെ ഒക്കെ ഇസ്ലാംവൽക്കരിക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഇവിടെ ഉള്ളൂ. ഇത് നടപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുമ്പോൾ അതിന്റെ പിന്നിൽ ടെക്സ്റ്റിന്റെ സപ്പോർട്ട് ഉണ്ടെന്ന് നമ്മൾ പറയുന്നതാണ് നമ്മൾ വർഗീയവത്കരിക്കുന്നു എന്ന് ഇവർ പറയുന്നത്. എന്നാൽ ഇവർ ചെയ്യേണ്ടത്, അങ്ങനെ ഒരു ടെക്സ്റ്റിന്റെ സപ്പോർട്ട് ഞങ്ങൾക്കില്ല, ഞങ്ങൾ ഇവിടെ ജനാധിപത്യ വ്യവസ്ഥ പ്രകാരമുള്ള ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച് മാത്രം പ്രവർത്തിക്കുന്നവരാണ് എന്നിവർ പറയട്ടെ. അങ്ങനെ വരുമ്പോഴുള്ള ചോദ്യം, ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ ഇവിടെ ഈ രാജ്യം കൊണ്ടുവരുന്ന പുതിയ നിയമങ്ങളെ ഇവരെന്തിനാ ഭയപ്പെടുന്നത്? ഇവരെന്തിനാണ് അങ്ങനെയുള്ള കാര്യങ്ങളെ ഭയപ്പെടുന്നത്? ഇപ്പൊ NRC വരുന്നു എന്ന് പറഞ്ഞ് ഇവർ എന്തൊരു ബഹളമായിരുന്നു. എന്തിനാ ഇവർ ഭയപ്പെടുന്നത്? അവിടെ മതം മുന്നേറി വരും. ജനാധിപത്യ രാജ്യത്താണെന്ന് പറഞ്ഞ് ഇവരുടെ പാർട്ടികളെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ പാർട്ടികൾക്കുള്ളിൽ ജനാധിപത്യ വ്യവസ്ഥ, ഇപ്പം മുസ്ലിം ലീഗിനെ എടുത്തു കഴിഞ്ഞാൽ അവിടെ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് വരണമെങ്കിൽ അവരൊരു മുസ്ലിം ആയിരിക്കണമെന്ന് അവരുടെ വ്യവസ്ഥയിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അല്ലാത്തവൻ ആ പാർട്ടിയുടെ ഒരു പൊസിഷനിൽ എത്താൻ പറ്റത്തില്ല. വോട്ട് ചെയ്യാൻ പോയിട്ട് പോസ്റ്റർ ഒട്ടിക്കാൻ നടക്കാം. അവിടെ ഭരണകേന്ദ്രപരമായ എന്തെങ്കിലും ഒരു സ്ഥാനം അലങ്കരിക്കണോ ആ മുസ്ലിം ആയിരിക്കണം. ഇനി SDP എടുക്കുക, SDP എല്ലാവർക്കും വേണ്ടി ബഹളം ഉണ്ടാക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മൈക്കായിട്ട് ജംഗ്ഷനുകളിൽ. പക്ഷെ SDP-യുടെ ലക്ഷ്യങ്ങൾ എന്താ എന്നുള്ള കാര്യത്തിലേക്ക് വരുന്ന ഒരു തലത്തിൽ ഒരു കമ്മിറ്റിയുടെ അംഗമാകണമെങ്കിൽ അവരൊരു മുസ്ലിം ആയിരിക്കണം. അല്ലാത്ത ഒരുത്തിന് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജനാധിപത്യ വ്യവസ്ഥയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ കക്ഷികൾക്കുള്ളിൽ പോലും മതബോധമാണ് അവരെ നയിക്കുന്നത്, തീവ്രമായ മതസ്വഭാവമാണ് അവരെ നയിക്കുന്നത്. ഈ മതസ്വഭാവം വെച്ച് പുലർത്തിക്കൊണ്ട് ജനാധിപത്യ രാജ്യത്തെ എങ്ങനെ അട്ടിമറിക്കാം എന്നുള്ളതും എങ്ങനെ ഇസ്ലാംവൽക്കരിക്കാം എന്നുള്ളത് മാത്രമാണ് ജനാധിപത്യ വ്യവസ്ഥയ്ക്കുള്ളിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജിഹാദ് എന്ന് പറയുന്നത്. ഈ ജിഹാദ് നടത്തിയാണ് ഇവർ ഈ അഫ്ഗാനിസ്ഥാനെ അട്ടിമറിച്ചത്. ഇതേ ജിഹാദ് ചെയ്താണ് അവർ ഇവിടെ എന്താ പറയുന്ന ഈ ഇവിടെ കിഴക്കനേഷ്യൻ രാജ്യമായിരിക്കുന്ന മലേഷ്യ ഇവർ അട്ടിമറിച്ചത്. ഇതേ തന്ത്രം തന്നെ ഉപയോഗിച്ചാണ് മിഡിൽ ഈസ്റ്റിലുള്ള ചില കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ഇവർ അട്ടിമറിച്ചത്. അവിടെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ ഉള്ളിൽ അവർ സോഷ്യലിസം പറഞ്ഞു കയറുകയും ജനസംഖ്യ വർദ്ധിച്ചപ്പോൾ കമ്മ്യൂണിസത്തെ പുച്ഛിച്ച് പുറന്തള്ളുകയും അവിടെ ശരീഅത്തിന്റെ നിയമം ഇംപ്ലിമെന്റ് ചെയ്യുകയും കമ്മ്യൂണിസം ശരീഅത്തിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുകയും പിന്നീട് ടോട്ടലി ശരീഅത്തിന്റെ നിയമത്തിന്റെ കീഴിലേക്ക് പോവുകയും ചെയ്തു. ഇങ്ങനെ ഒരു വ്യവസ്ഥയാണ് ഇവർ ഇന്ത്യയിലും ചെയ്യത്തുള്ളൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പണ്ട് വാളുകൊണ്ടാണെങ്കിൽ വാളുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം ഇൻഫിൽട്ടർ ചെയ്ത് സാബോട്ടാജ് ചെയ്ത് നിയമവ്യവസ്ഥയുടെ ലൂപ്പ് ഹോളുകൾ കണ്ട് വ്യവസ്ഥാപിതമായ സംഘടനാപരമായ കാര്യങ്ങളൊക്കെ ഇവിടെ എങ്ങനെയെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്തുകൊണ്ട്
ഇസ്ലാം വൽക്കരിച്ച് ഒരു ജനതയെ ഇസ്ലാമിന്റെ അടിമത്തത്തിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ നിങ്ങൾ ജസിയ കൊടുക്കേണ്ട സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. ഇത് ഇന്ന് ഞങ്ങൾ ചെയ്യുന്നില്ലല്ലോ എന്നാണ് അഫ്സൽ പറഞ്ഞത്. ഇന്ന് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ ഇത് നിങ്ങൾ ചെയ്യുന്നു, അവരത് ചെയ്യുന്നുണ്ട്. നമ്മൾക്കത് മനസ്സിലാക്കാൻ താമസിച്ചു പോയി എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്തരം റൂമുകൾ ഇടേണ്ടി വരുന്നത്. ഇപ്പൊ NRC വന്നപ്പോൾ ഇവിടെ ബഹളം ഉണ്ടാക്കിയത് എന്തിനാണ്? അതുപോലെ ഇവിടെ വൺ സിവിൽ കോഡ് വരുവാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവരെന്തിനാ ബഹളം ഉണ്ടാക്കുന്നത്? അപ്പൊ ഇവരിലുള്ള മതബോധം എത്ര വലുത്. ഇവിടെ ഏതെങ്കിലും ക്രിസ്ത്യാനി ബഹളം ഉണ്ടാക്കിയോ NRC വരുന്നെന്ന് പറഞ്ഞ്? ഇവിടെ ഏതെങ്കിലും ജൈനമതക്കാരനോ ബുദ്ധമതക്കാരനോ വൺ സിവിൽ കോഡ് വരുവാണെന്ന് പറഞ്ഞ് ഇവിടെ ബഹളം ഉണ്ടാക്കിയോ? എന്ത് ബഹളം ഉണ്ടാക്കാത്തത്? അവിടെയാണ് ഇതിന്റെ പ്രശ്നം. ഇവരുടെ മതബോധം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഭീകരമായ മുഖം ഇവർ ഒളിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഭീകര മുഖം പുറത്തെടുക്കാൻ പറ്റാത്ത സാഹചര്യം ഇവിടെ നിയമപരമായി ഉണ്ടാകുമോ എന്നുള്ള ഭയമാണ് ഇവരെ ഇത് ചെയ്യുന്നത്. അവസരം കിട്ടിയാൽ പുറത്തേക്ക് പൊട്ടിയൊഴുകാൻ സാധ്യതയുള്ള ഒരു മതത്തിന്റെ വികാരത്തിന് അടിയിലാണ് ഇവരെല്ലാം മൂടപ്പെട്ടിരിക്കുന്നത്. ഏത് അവസരത്തിലും ഇവർ ഇസ്ലാമിന്റെ തീവ്രമായ ഭാവം ഇവർ കയ്യിലെടുക്കും. ഈ തീവ്രമായ ഭാവം വരുന്നിടത്ത് ഇപ്പൊ നമ്മളോടൊക്കെ സ്നേഹത്തിലൊക്കെ ഇടപെടുകയും മര്യാദയ്ക്ക് ഇടപെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന മുസ്ലിം സുഹൃത്തുക്കൾ പോലും ആ സമയത്ത് നമ്മളെ ആരും സഹായിക്കാൻ വരില്ല, അവരാരും അതിനെ സപ്പോർട്ടും ചെയ്തില്ല. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും വാക്കും നാവും പ്രവൃത്തി ഒറ്റ ലക്ഷ്യത്തിലേക്കായിരിക്കും ഇസ്ലാമൈസേഷൻ. ഈ ഇസ്ലാമൈസേഷൻ ഇന്ന് അതിന്റെ പ്രോസസ്സിങ് രഹസ്യാത്മകമായി ഗ്രാജുവൽ ആയിട്ടാണ് നടക്കുന്നതെങ്കിൽ ഒരവസരം വരുമ്പോൾ 1921 ആവർത്തിക്കുവാൻ ഞങ്ങൾ മടിക്കയില്ല എന്ന് കേരളത്തിൽ മുദ്രാവാക്യം വിളിച്ചവരാണ് ഇവര്. അപ്പൊ ഈ 1921 നിങ്ങൾ ഓർത്തിരുന്നു കൊള്ളുക എന്ന് അവർ നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ ധൈര്യവും അതിനുള്ള യാതൊരു മനസ്സാക്ഷിത്വം ഇല്ലാതെ അവർ അതിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അഫ്സൽ ചോദിച്ചതും ഡോക്ടർ ചോദിച്ചതും ഈ ചോദ്യങ്ങൾക്കൊന്നും നിങ്ങളുടെ ടെക്സ്റ്റ് അനുസരിച്ച് വരുമ്പോൾ നിങ്ങൾ വാസ്തവത്തിൽ ഡിഫൻസീവ് കോർണറിലേക്ക് നിങ്ങൾ പോകേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുക, നിങ്ങളൊരു ഫത്വ ഇറക്കുക, ഈ ടെക്സ്റ്റിൽ ഇന്ന വാക്യങ്ങളൊക്കെ ഞങ്ങൾ തള്ളിക്കറിഞ്ഞിരിക്കുന്നു, ജിഹാദിനെ സംബന്ധിച്ച വാക്യങ്ങൾ, അതുപോലെ നുണ പറയാനുള്ള തക്കി ഉപയോഗിക്കാനുള്ള അനുമതി എന്നുള്ള വാക്യങ്ങൾ, ഇതെല്ലാം ഞങ്ങൾ തള്ളി പറഞ്ഞിരിക്കുന്നു, ഇതൊന്നും ഇനി ഇസ്ലാമിക ഗ്രന്ഥത്തിന്റെ പാർട്ടല്ല എന്ന് നിങ്ങൾ പറയുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ നിങ്ങളെ ഞങ്ങൾ മുഖവിലേക്ക് എടുക്കും. ഇത് മറച്ചു വെക്കുകയും ഇത് രഹസ്യമായി പ്രവർത്തിക്കുകയും മറുവശത്ത് ഞങ്ങൾ നല്ല കമ്മ്യൂണിസ്റ്റുകാരാകട്ടോ, ഞങ്ങൾ നല്ല കോൺഗ്രസ്സുകാരാകട്ടോ, ഞങ്ങൾ ജനാധിപത്യ വിശ്വാസികളാണ്, ഞങ്ങൾ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞാൽ വോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അവസരം ഉള്ളതിന്റെ കാരണം പോലും മതപരമായ പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ നിലനിൽക്കാം എന്നുള്ള ഭരണഘടനയുടെ ആ ഒരു ഫ്രീഡം കൊണ്ട് മാത്രമാണ്. മതത്തിന്റെ പേരിൽ പോലും ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് അതിന് ഇവിടെ ഇലക്ഷനിൽ നിന്ന് മത്സരിക്കാമെന്ന് ഈ ഭരണഘടന നമുക്ക് അനുമതി നൽകുന്നത് കൊണ്ടാ. അല്ല എങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ എന്തു ചെയ്യുമായിരുന്നു? ഇവിടെ ഫെഡറൽ വ്യവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ടല്ലേ. ഫെഡറൽ വ്യവസ്ഥ ഇല്ലാതിരിക്കുകയും അമേരിക്ക പോലെയോ ഏതെങ്കിലും രണ്ട് പാർട്ടിയെ പാടണമെന്നൊക്കെ വന്നാൽ ഈ മുസ്ലിം സമൂഹം എന്തു ചെയ്യും? അവരെന്തു ചെയ്യേണ്ടി വരും? അവരൊന്ന് വോട്ട് ചെയ്യേണ്ടത് തീരുമാനിക്കും. 15 വർഷം മുമ്പ് ഗുജറാത്തിലെ ഇലക്ഷന്റെ സമയത്ത് വോട്ട് ചെയ്യാതെ വലിയൊരു കമ്മ്യൂണിറ്റി മാറി നിന്നു. അത് സർക്കാർ അന്വേഷിക്കേണ്ടി വന്നു. അന്വേഷിച്ച് ചെന്നപ്പോ എന്താണ്? മുസ്ലിം ഗള്ളികളിലാണ് വോട്ട് ചെയ്യാതിരുന്നത്. മോദിക്കെതിരെയുള്ള മത്സരം കൊണ്ട്, മോദിക്കെതിരെ ആ ഗുജറാത്ത് ഭരിച്ചുന്ന സർക്കാരിനെതിരെയുള്ള മത്സരം കൊണ്ട്, അത് മറ്റേ സംഭവത്തിന് ശേഷമാണ് അവർ വോട്ട് ചെയ്തില്ല. അപ്പൊ ഞാൻ പറയുന്നത്, തങ്ങൾക്ക് പ്രതിഷേധിക്കുവാൻ വേണ്ടി വോട്ട് വേണ്ടെന്ന് വെക്കാനുള്ള റൈറ്റ് ഇവിടെ ഉണ്ട്, അത് നമ്മൾ സമ്മതിക്കുന്നു. പക്ഷെ അത് മതപരമായ ഒരു റീസൺ കൊണ്ടാണെന്ന് വരുമ്പോൾ ഇവരെ നയിക്കുന്നത് ജനാധിപത്യത്തിന്റെ നിയമങ്ങളോ വ്യവസ്ഥിതികളോ അല്ല, മറിച്ച് മതബോധം മാത്രമാണ്. മതബോധത്തിനപ്പുറം ഒരു മുസ്ലിം ഇല്ല. ഒരുത്തിന് മതബോധം ഇല്ലെങ്കിൽ അവൻ മുസ്ലിം അല്ല. മതബോധം തീവ്രമാകുമ്പോഴാണ് ഒരുവൻ യഥാർത്ഥ മുസ്ലിം ആകുന്നത്. എന്നൊരു വാക്ക് ചുരുക്കുകയാണ്. കേട്ടിരിക്കാൻ എനിക്ക് അവസരം നൽകിയതിന് താങ്ക്സ്. കേട്ടിരുന്നോട് നന്ദി പറയുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഷിജുമഞ്ച. അടുത്തത് ആടിയാണ്. ആടി കേൾക്കുന്നുണ്ടോ? ഒരു മിനിറ്റ്. അതിന് മുന്നേ ആൻ സിസ്റ്റർ സംസാരിച്ചായിരുന്നോ? ആൻ സിസ്റ്റർ. ഹലോ. ആടി സംസാരിച്ചോ. ഓക്കെ. ഇവിടെ പുസ്തകങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ കാഴ്ചപ്പാടുള്ള ആൾക്കാർ എഴുതുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധി വരെ അല്പം കൂടെ ശബ്ദത്തിൽ പറയാമോ? ഓക്കെ. അതായത് പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഓരോരുത്തരും നമ്മൾ ഇന്ന് കാണപ്പെടുന്നതെല്ലാം ഓരോ ഐഡിയോളജി ഉള്ള ആൾക്കാർ പുസ്തകങ്ങൾ എഴുതുന്നു. എന്നിട്ട് അവരവരുടെ ഐഡിയോളജിക്ക് അനുസരിച്ച് ആ പുസ്തകങ്ങളെ മാറ്റുന്ന ഒരു രീതി നമുക്ക് സ്ഥിരം കാണാൻ കഴിയും.
അപ്പോൾ നമ്മൾ ചരിത്രത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴേക്കും ഇവിടെ പലരും പറഞ്ഞു നമ്മൾ വിഭജിച്ച് കിടന്ന ഒരു ആയിരുന്നു. പക്ഷെ നമ്മൾ ഹിസ്റ്ററിയിലൊന്നും പഠിക്കാത്ത ഒരു കാര്യമുണ്ട്. ഈ വിജയനഗര എംപയറിനെ കുറിച്ച് ഏകദേശം 300 വർഷം നമ്മുടെ സൗത്ത് ഫുള്ള് വിജയനഗര എംപയറിന് കീഴിലായിരുന്നു. അതായത് കർണാടക, തമിഴ്നാട്, കേരളം. അപ്പോൾ ഈ 300 വർഷം നമ്മൾ ഭരിച്ച ഈ വിജയനഗര എംപയർ എങ്ങനെയാണ് കൊളാപ്സ് ചെയ്തതെന്നുള്ളതിൻ്റെ ഒരു നമ്മളൊന്ന് ചരിത്രം നമ്മൾ എങ്ങും പഠിച്ചിട്ടില്ല. ഞാനെങ്ങും പഠിച്ചിട്ടില്ല ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുമ്പോഴേക്കും നമുക്ക് ആദ്യം കടന്നു വരുന്ന ഒരു ഇതാണ് ഹംപി എന്ന് പറയുന്നൊരു സ്ഥലം. അപ്പോൾ നമ്മൾ ഇന്നും ഹംപി എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയി നോക്കുമ്പോഴേക്കും കൈയും കാലും തലയും ഒക്കെ നഷ്ടപ്പെട്ട ഒരുപാട് വിഗ്രഹങ്ങളും എന്താ പറയുക വളരെയേറെ മ്യൂട്ടിലേറ്റ് ചെയ്തെന്ന് തന്നെയാണ് പറയേണ്ടത്. അതായത് വിഗ്രഹങ്ങളെ ഒരു പർട്ടിക്കുലർ ഐഡിയോളജി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മ്യൂട്ടിലേറ്റ് ചെയ്യപ്പെട്ട വിഗ്രഹങ്ങൾ നമുക്ക് ഇന്നും അവിടെ കാണാൻ പറ്റും. ഇവിടുന്ന് ഏകദേശം ഒരു 10,000-2,000 രൂപയുടെ ചിലവേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അവിടെ പോയി ഒന്ന് വിസിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. അപ്പോൾ അവിടുത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ രാജാവ് എന്ന് പറയുന്നത് ഒരു സെക്യുലർ ആയിട്ടുള്ള രാജാവായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ കാണാൻ പറ്റിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഹിന്ദു പേർഷ്യൻ ആർക്കിടെക്ചർ നമുക്ക് അവിടുത്തെ ഓരോ അമ്പലങ്ങളിലും എല്ലാത്തിലും കാണാൻ കഴിയും. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹിന്ദു ആർക്കിടെക്ചറിലുള്ള കാര്യങ്ങളെല്ലാം നശിപ്പിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മറ്റേതാണെന്നുണ്ടെങ്കിൽ വളരെ സേഫ് ആയിട്ട് അങ്ങനെ നിർത്തിയിരിക്കുന്നതും കാണാൻ പറ്റും. അപ്പോൾ ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളവിടെ പോയി നോക്കുമ്പോഴേക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എങ്ങനെയാണ് ഈ സാമ്രാജ്യത്തെ ഡെക്കാൻ ഇത് എന്നിട്ട് തോൽപ്പിക്കുന്നതെന്നും യുദ്ധത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ വിജയനഗര എംപയർ വളരെ സ്ട്രോങ് ആയിട്ട് ഫൈറ്റ് ചെയ്യും. പിന്നീട് ബാറ്റിൽ ഓഫ് തളിക്കട്ട്, അപ്പൊ അത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അവിടെ പിന്നീട് അവർ തോൽക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഇതിനകത്ത്. അപ്പോൾ പുസ്തകങ്ങൾ വളരെ പ്രശ്നമാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മളവിടെ പോയിട്ട് നേരിട്ട് കാണുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നമുക്ക് പുസ്തകങ്ങളുടെയോ പ്രൂഫിന്റെയോ ഒന്നും ആവശ്യം ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഓക്കെ, താങ്ക് യു ബ്രദർ. അടുത്തത് പ്രദീപ് ബ്രദറാണ്. പ്രദീപ് ബ്രദർ കേൾക്കുന്നുണ്ടോ? ഒരു സെക്കൻഡ്, ഞാൻ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തോട്ടെ. ശരി ഒരു മിനിറ്റ് തരണേ. ഓക്കെ. റോസിസ്റ്റ് പറഞ്ഞ സമയത്ത് അതെ, എനിക്ക് ചോദിക്കാനുള്ളത് അഫ്സലിന്റെ ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് അൽബർട്ടിനോടാ. അപ്പൊ ഇത് പലരും ചിലതൊക്കെ സൂചിപ്പിച്ചെന്ന് തോന്നുന്നു. അതായത് നമ്മള് ഇപ്പം മധ്യപ്രദേശില് ചർച്ച ആക്രമിച്ചു. അപ്പൊ അതിനെതിരെ നമ്മൾ എന്തുകൊണ്ട് ഈ രീതിയിൽ പ്രതികരിക്കുന്നില്ല എന്നൊരു ചോദ്യമാണെന്ന് തോന്നുന്നു അഫ്സൽ ചോദിച്ചത്. അതിന് അത് എന്തുകൊണ്ടാണെന്ന് തന്നെയാണ് ഞാൻ അൽബ്രദറിനോട് ചോദിക്കുന്നത്. അപ്പൊ എന്റെ സംശയമാണത്. അതായത് നമ്മളിപ്പോ ഈ ഇസ്ലാമിനെ ഈ രീതിയിൽ ആക്രമിക്കുന്നത്, അത് ആശയപരമായിട്ട് അവരുടെ ഖുറാനും ഹദീസുകളൊക്കെ വെച്ച് ഇഴപിരിച്ച് അവരോട് സംവാദം ചെയ്യുന്നത് ആശയപരമായി അവരെ ആ രീതിയിൽ നമ്മളെ ബൈബിളിനെ ആക്രമിക്കുകയും ആ രീതിയിൽ ബൈബിൾ ഇപ്പം ജോസഫ് മാഷിന്റെ കൈയും കാലം വെട്ടുമ്പോൾ അത് ഖുറാന്റെ ആയത്ത് പ്രകാരം ആണെന്ന് നമുക്ക് ബോധ്യമാകുകയൊക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായി അവരുടെ പ്രവർത്തികളിലെല്ലാം അവരുടെ പ്രമാണത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ഈ ഇസ്ലാമിനെ ആ രീതിയിൽ ആക്രമിക്കുന്നത്. അല്ലാതെ അതേസമയം ഹിന്ദുത്വത്തിന്റെ കാര്യം പറയുമ്പം അവരവിടെ ഈ പറയുന്ന ചർച്ചുകാര് അവിടെ പോയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ആക്രമണം നടക്കത്തില്ല. അതേസമയം ഇസ്ലാം അങ്ങനെയല്ല. നമ്മൾ പോയാലും പോയില്ലെങ്കിൽ അവർ നമ്മുടെ പുറകെ വരും, തലവെട്ടും. ഹിന്ദുത്വവാദികൾ എന്ന് പറഞ്ഞാല് ഹിന്ദുത്വവാദി നമ്മളിപ്പോ സുപ്രഭാത് പറഞ്ഞ പോലെ ഇത് എല്ലാ RSSന്റെ തലയെ കൊണ്ട് കേൾക്കുന്നതിൽ വലിയ അർത്ഥം ഉണ്ടെന്ന് തോന്നില്ല. കാരണം ഇത് നമ്മുടെ ഇന്ത്യ ഇപ്പോഴും ഒരു പലയിടത്തും റൂറൽ ഏരിയയിലൊക്കെ ഒരു ഗോത്രീയ സ്വഭാവങ്ങൾ ഇപ്പോഴും വെച്ച് പുലർത്തുന്നത്. അവരുടെ ഒരു ഗോത്രം, നമ്മുടെ സുവിശേഷ പ്രവർത്തകർ അവിടെ ചെല്ലുന്നുണ്ട്. നമ്മൾ അതിന്റെ നമുക്ക് അങ്ങനെ ചെയ്യുന്നേ പറ്റുള്ളൂ. നമ്മൾ അങ്ങനെ ചെല്ലും. അത് നമ്മുടെ ഒരു കുഴപ്പമായിട്ട് തന്നെ നമുക്ക് കൂട്ടാം. അപ്പൊ നമ്മൾ അങ്ങനെ ചെല്ലും. അപ്പൊ നമ്മൾ അങ്ങനെ ചെല്ലുമ്പോൾ അവിടെ ഈ ഗോത്രങ്ങളിൽ അവരുടെ ചില ആചാരങ്ങൾക്കോ അല്ലെങ്കിൽ ഇപ്പൊ ആചാരം ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ അത് ചെയ്യാതിരിക്കുക, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടാകും. അപ്പൊ അവരുടെ ഗോത്രപരമായിട്ട് അവരുടെ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില പ്രതികരണങ്ങളാണ് പലതും. മൊത്തമല്ല, ഞാൻ മൊത്തത്തിലുള്ള കാര്യമല്ല, പലതും നമ്മുടെ ഉൾപ്രദേശങ്ങളിൽ കാണുന്നത്. അതിനെ നമ്മളെങ്ങനെ അവരുടെ പ്രമാണം വെച്ച് നമ്മളെങ്ങനെ ഇതുപോലെ ഒരു ക്ലബ് ഹൗസ് ഇട്ട് അവരെ എങ്ങനെ സംവാദം ചെയ്യുന്നത്? അവരിങ്ങനെയാണോ? അവരുടെ രാമായണം വായിച്ചിട്ടാണോ ഇവർ ഇതെല്ലാം കൂടെ പള്ളി ആക്രമിക്കാൻ വരുന്നത്? അതെങ്കിലും മഹാഭാരതം വായിച്ചിട്ടാണോ പള്ളി ആക്രമിക്കാൻ വരുന്നത്? അത് ആ ഒരു പോയിന്റ് അങ്ങനെയല്ലേ എന്നാണ് എനിക്ക് അൽബ്രദറിനോട് ചോദിക്കാനുള്ളത്. അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ് ബ്രദറെ. അതായത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതും പ്രമാണമില്ലാതെ വേറെ എന്തെങ്കിലും ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്.
കാരണം ഈ പ്രമാണമില്ലാതെ ആളുകൾ അവരുടേതായ ഏതെങ്കിലും സംഘടിച്ചിട്ടോ അല്ലാതെയോ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ക്രിസ്ത്യാനികളെ എതിർക്കുന്നെങ്കിൽ അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആളുകൾ അതിനെ എതിർക്കാൻ ഉണ്ടാകും, ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പോലും നമുക്ക് വേണ്ടി സംസാരിക്കാൻ വരികയില്ല. അതാണ് അതിന്റെ വ്യത്യാസം. കാരണം അങ്ങനെ ആരെങ്കിലും സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ അവൻ പ്രമാണത്തിന് വിരുദ്ധമായിട്ടാണ് നിൽക്കുന്നത്, അപ്പൊ അവനും കൊല്ലപ്പെടേണ്ടവനാണ്. അങ്ങനെ വരുന്നത് അത് അറിയാവുന്നത് കൊണ്ട് തന്നെ ഒരുത്തരും മിണ്ടാൻ വരികയില്ല. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹിന്ദുക്കളായിരിക്കുന്ന ധാരാളം പേര് തന്നെ ഇത്തരം ആക്രമണങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് നമ്മൾ കാണുന്നു. കാരണം എന്താണ്? അവരുടെ പ്രമാണത്തിനകത്ത് എഴുതി വെച്ചിട്ടില്ല ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കണം, ആക്രമിക്കണം, കൊല്ലണം, അവരുടെ സ്ഥാപനങ്ങൾ നശിപ്പിക്കണം എന്നൊന്നും എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് ഏതൊരു ഹിന്ദുവിനും വേറെ ഹിന്ദുക്കൾ ആരെങ്കിലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു ഹിന്ദുവിനും അവർക്കെതിരെ സംസാരിക്കുവാൻ ഒരു പ്രശ്നവുമില്ല. എന്നാൽ ഇസ്ലാമിന്റെ കാര്യം അത് അങ്ങനെയല്ല. അത് വളരെ വ്യക്തമായിട്ട് ഖുർആനിലും ഹദീസുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ക്രൈസ്തവ വിദ്വേഷം, ക്രിസ്ത്യാനികളോടുള്ള വിഷം ചീറ്റുന്നത് അത് ഈ ഖുർആനിലും ഹദീസുകളിലും അത് ധാരാളം സ്ഥലത്ത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഇവര് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നു, അങ്ങനെ ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ അവരുടെ കൂട്ടിൽ നിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവൻ നിൽക്കുന്നത് നമ്മോടൊപ്പം നിൽക്കുമ്പോൾ ഫലത്തിൽ അവൻ പ്രമാണത്തിനെതിരെയല്ലേ നിൽക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ ദോഷമാണിത്. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും സംഘപരിവാറോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആകട്ടെ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞാൽ അടുത്ത തലമുറയിലുള്ളവർ അത് ചെയ്യണമെന്നില്ല പറയാത്. കാരണം അവരുടെ പ്രമാണത്തിൽ അതില്ലല്ലോ. അടുത്ത തലമുറയിലുള്ളവരത് മാറും. എന്നാൽ മറ്റേ സംഭവം അതല്ല. പ്രമാണത്തിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ട്, എഴുതി വെച്ച ഈ സാധനം ലോകാവസാനം വരെ മാറ്റമില്ലാതെ നിലനിൽക്കണമെന്ന് പറയുന്നതും കൊണ്ട് ഒരിക്കൽ അവരുടെ കീഴിലേക്ക് പോയാൽ പിന്നെ എന്നേക്കും അവരുടെ കീഴിലാണ്. അതാണ് നമ്മളിപ്പോൾ ഇന്ന് കാണുന്നത്. ഇപ്പോൾ ഈ മുഹമ്മദിന്റെ കാലത്ത് ഇന്നത്തെ ഈ കുവൈറ്റ്, ബഹ്റിൻ, പിന്നെ സൗദി അറേബ്യയുടെ കുറേ ഭാഗങ്ങൾ, സിറിയ, ഈ ഇറാഖ്, ഈജിപ്ത്, ഇങ്ങനെയുള്ള ആ പ്രദേശങ്ങൾ, അവിടെയുള്ള പ്രദേശങ്ങളെല്ലാം ക്രൈസ്തവ രാജ്യങ്ങളാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ വളരെയധികം ഉണ്ടായിരുന്ന രാജ്യങ്ങളാണ്, ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളാണ് അതെല്ലാം. ഒരിക്കൽ അത് ഇസ്ലാമിന്റെ കീഴിലേക്ക് വന്നു, അന്ന് വന്നത് തന്നെ, പിന്നെ തിരിച്ചൊരിക്കലും അതിൽ നിന്ന് പോന്നിട്ടില്ല. അതൊന്നും അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ. അത് കാരണം പ്രമാണം ഉള്ളത് കൊണ്ട്. അതേസമയം പ്രമാണമില്ലാത്ത ഒരു കൂട്ടരാണ് അത് അങ്ങനെ ചെയ്തതെങ്കിൽ നാളെ അതിന് തിരിച്ചു വരാനുള്ളൊരു വകുപ്പോടെ കിടപ്പുണ്ട്. എപ്പോഴുള്ള ഇന്ന് പുറത്തേക്ക് വരാൻ നമുക്ക് സാധിക്കും. ഇതിനെ പറ്റിയില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു സംഭവം ഉള്ളത് കൊണ്ടാണ് ഇസ്ലാമിനെ ഞാൻ ഏറ്റവും വലിയ ഒരു ഭീഷണിയായിട്ട്, ക്രിസ്ത്യാനിറ്റിക്കെതിരെയുള്ള ഏറ്റവും വലിയൊരു ഭീഷണിയായിട്ട് ഞാൻ അതിനെ പരിഗണിക്കുന്നതും അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതും. എന്ന് വെച്ചിട്ട് മറ്റുള്ളവർ നമ്മളെ ഉപദ്രവിക്കുമ്പോൾ അതിനെതിരെ കണ്ണടയ്ക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അത് നമുക്ക് അവരെ തല്ലാനോ കൊല്ലാനോ പറ്റുകയില്ല. നമ്മൾ പ്രതിഷേധിക്കേണ്ടതുണ്ട്, അത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ഇസ്ലാം തന്നെയാണ്. അത് കഴിഞ്ഞേ മറ്റെന്തും വരുന്നുള്ളൂ. പ്രത്യേകിച്ച് കേരളത്തിൽ. ഇപ്പോൾ കേരളത്തിന്റെ വെളിയിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലേക്കൊക്കെ വരുന്ന സമയത്ത് ഏതെങ്കിലും ഹൈന്ദവ സംഘടനകൾ നമ്മളെ ഉപദ്രവിക്കുകയോ മറ്റോ ഒക്കെ ചെയ്തെന്ന് പറയാം. പക്ഷെ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് അവരിൽ നിന്നുള്ള ബുദ്ധിമുട്ടല്ലല്ലോ വരുന്നത്. ഇവിടെ നമ്മൾ അനുഭവിക്കുന്നത് എപ്പോഴും മുസ്ലിങ്ങളിൽ നിന്ന് തന്നെയല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങളെ വളച്ചെടുത്ത് ലവ് ജിഹാദിപ്പെടുത്തി വളച്ചെടുത്ത് കൊണ്ടുപോകുന്നതായാലും, നാർക്കോട്ടിക് ജിഹാദിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവനും ജീവിതവും നശിപ്പിക്കുന്നതായാലും, പിന്നെ ബിസിനസ് ജിഹാദിലൂടെയും ലാൻഡ് ജിഹാദിലൂടെയും ഒക്കെ നമ്മുടെ ഇടങ്ങൾ കയ്യേറുന്നതും, ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നത് ആരാണ്? അത് ഈ കൂട്ടർ മാത്രമാണ്. അപ്പോൾ അതിനെതിരെ ശക്തമായിട്ട് നമ്മൾ പ്രതിരോധം തീർക്കേണ്ടതുണ്ട്. അത് എക്സ്പോസ് ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള ഭീഷണികൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയിക്കണം. അങ്ങനെ അറിയിക്കുന്ന സമയത്ത് ഇവരുടെ ജിഹാദികളുടെ നക്കാപ്പിച്ചയും വാങ്ങി തിന്ന് നടക്കുന്ന കുറേ എണ്ണം, കർത്താവിൻ്റെ കൂടെ യൂദാസ് ഉണ്ടായിരുന്നത് പോലെ തന്നെ നമ്മുടെ കൂട്ടത്തിലും ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട് ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞ് നടക്കുന്നതിൽ. അപ്പോൾ അവരൊക്കെ നമുക്കെതിരെ നിൽക്കും. അവർ പലതും പറഞ്ഞുകൊണ്ട് വരും. അതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. അതല്ല, നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെ ഏറ്റവും ദോഷം അല്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ് അനുഭവിക്കാൻ ഇടയാകുന്ന ജിഹാദികളും നമുക്കെതിരെ വരും. അതും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ഇങ്ങനെ ഈ പറയുന്നവരൊക്കെ അത് പറയട്ടേന്നേ, നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയട്ടെ. അതൊന്നും നമുക്ക് നമ്മളെ മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. അതൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ സമയം കാണുള്ളൂ. നമ്മൾ ചെയ്യുന്ന കാര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് നല്ല ബോധ്യമുണ്ട്. തിരുവഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അത് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ തന്നെ പോകാം ബ്രദറെ. അത്രയേ ഉള്ളൂ. ആൻസിസ്റ്റർ ഇടയ്ക്കൊന്ന് വന്ന്, ആൻസിസ്റ്ററെ കേൾക്കാമോ? ആൻസിസ്റ്റർ പോയാ? കേൾക്കാം. എവിടെയാണ്? ഓക്കെ, ഞാൻ കാണുന്നില്ല. ഓക്കെ, താങ്ക് യു. സിസ്റ്റർ സംസാരിച്ചു. ഓക്കെ. ഇപ്പം മുഹമ്മദിന്റെ പിൻതലമുറക്കാർ ഇതുവരെ എന്തായാലും നിർത്തിയിട്ടില്ല. നോൺ സ്റ്റോപ്പ് ഹിറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും അവരുടെ ആ ഒരു മതത്തിന്റെ ആ ഒരു
കെട്ടിന്റെ ഉള്ളിൽ നിന്ന് അവര് അൻസാർ എപ്പോഴും പറയുന്ന പോലെ അവരുടെ മദ്രസയിൽ പോയപ്പം എനിക്ക് തോന്നുന്നു തലച്ചോറും യുക്തിയെല്ലാം അവിടെ തന്നെയാണ്, ഇതുവരെ എടുക്കാനും പറ്റിയിട്ടില്ല. കുറച്ച് വന്ന യുക്തിവാദികളൊക്കെ ആണെങ്കിലും അവരെന്നെ വാ അടപ്പിച്ചുകൊണ്ടിരിക്കുവാണ്, റാഡിക്കൽ ഇസ്ലാമുകൾ. അപ്പം നമുക്കിപ്പം അൻസാർ പറഞ്ഞിരുന്നു അൽ ഹിന്ദിന്റെ നമ്മുടെ ഇന്ത്യനെ ആക്രമിക്കുന്ന ഹദീസുകൾ ഉള്ളതുകൊണ്ടാണ് അവർ ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ഇതിപ്പോഴും ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം ഞാനൊരു ഇത് വായിക്കും. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വതന്ത്രനായ അടിമയായ തബ്വാൻ പറഞ്ഞു, അത് റസൂല് പറയുന്നുണ്ട്, രണ്ട് ഗ്രൂപ്പ് ഉണ്ട് ഉമ്മയുടെ, അള്ളാഹു അതിൽ മോചിപ്പിക്കുന്നത്. അത് വായിച്ചായിരുന്നല്ലോ. അപ്പം അതില് ഇപ്പം ഏറ്റവും പറയുന്ന ഈ ഒരു അർത്ഥം, ഈ ഗാസ ഈ ഹിന്ദു എന്ന വാക്കിന്റെ അർത്ഥം ഇന്ത്യയിലെ ഹിന്ദുക്കളെ എത്ര കാലം അറിയാതിരിക്കുന്നിടത്തോളം കാലം ഇന്ത്യയിലെ മുസ്ലിംസ് പാകിസ്ഥാനെ പിന്തുണയ്ച്ചുകൊണ്ടേയിരിക്കും. കാരണം അതിനെ അവരെത്രയും മീംസുകളും ഫേസ്ബുക്കിന്റെ പോസ്റ്റ് ആയിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. കാരണം ഈ ഗാസ ഈ ഹിന്ദാണ്. ഈ വാക്കിന്റെ ഭീകരത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ആയാലും എനിക്ക് തോന്നുന്നു ഹിന്ദുക്കൾക്ക് ഇന്ത്യനെ അറിയാൻ പറ്റിയിട്ടില്ല, നമുക്ക് ഉൾപ്പെടെ, അതായത് ജനാധിപത്യ ജനങ്ങൾക്ക് ഉൾപ്പെടെ. അപ്പം അതൊരു അറിയാൻ ശ്രമിക്കാത്തതാണ് ഭയങ്കരം. അപ്പം ആ ഒരു അത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കണം. അതായത് ഇസ്ലാമിക ഹദീസ് പ്രകാരം ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ ഒരു വലിയ യുദ്ധത്തെ കുറിച്ച് പറയുന്നുണ്ട്. ലോകാവസാനത്തിന് തൊട്ട് മുമ്പ് യുദ്ധം എന്നുള്ളതാണ് അവര് ഇസ്ലാമിസ്റ്റുകൾ കീഴടക്കുന്ന ഹദീസ് പറയുന്നത്. ഈ സിറിയയിൽ ആരംഭിക്കുന്ന യുദ്ധമായാലും ജെറുസലേം വഴി ഇന്ത്യയിലേക്ക് വരുന്നും ഇസ്ലാമിക തീവ്രവാദികൾ ഇന്ത്യയെ നശിപ്പിച്ചതിന് ശേഷം ആ സ്വത്തുക്കൾ കൊള്ളയടിച്ച് ജെറുസലേം സമ്പത്താൽ അലങ്കരിക്കപ്പെടുമെന്നും വിശദീകരിക്കുന്നുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഖാസ ഈ ഹിന്ദിൽ പറയുന്നത്. അപ്പൊ കാഫിറായ ഹിന്ദുക്കളുടെ നാശം, അവർ ആരാധിച്ചിരുന്ന ക്ഷേത്രങ്ങളുടെ നാശം, ഹിന്ദുക്കളുടെ കൊലപാതകത്തിന് ശേഷം അവരുടെ സ്വത്ത് കൊള്ളയടിക്കല്, അതൊക്കെയാണ് ഈ ഖാസ ഹിന്ദു ഹദീസിൽ പറയുന്നത്. ഈ കറുത്ത പതാകകൾ വഹിക്കുന്ന സൈന്യം ഖുറാസാനിൽ നിന്ന് വരുന്നുണ്ട്. ഇന്ത്യ ഖുർസന്റെ ഭാഗമാകുന്നുണ്ട്. ഒരു ശക്തിക്ക് അവരെ തടയാൻ കഴിയില്ല. പിന്നീട് ഇന്ത്യ പൂർണ്ണമായിട്ട് ഇസ്ലാമിക് സ്റ്റേറ്റോ, ഇത് താലിബാനൊക്കെ പോലെ. പിന്നീട് അല്ലാഹു ആ യോദ്ധാക്കളുടെ വിജയം നൽകുകയും രാജാക്കന്മാരായി അവരെ വലിച്ചഴക്കുകയും കൊണ്ടും ചെയ്യും. അല്ലാഹു ആ യോദ്ധാക്കളോട് ക്ഷമിക്കും. ആ മുസ്ലിങ്ങൾ മടങ്ങി വരുമ്പോൾ അവര് സിറിയയില് ഈസ ഇബ്നു മറിയമിനെ കണ്ടെത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ മുസ്ലിംസ് ഈ ഹദീസ് വിശ്വസിക്കുന്നുണ്ടോ ഇവിടുത്തെ ഒന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ പാകിസ്ഥാനിലെ എല്ലാ മുസ്ലിംസും ഭരണാധികാരികളും സൈന്യവും ഇതിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അവരത് നടപ്പിലാക്കാൻ അഹോരാത്രം പണിയെടുക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ ലക്ഷ്യം വെറുതെ ചുമ്മാ ഒരു കാശ്മീർ പിടിച്ചെടുക്കുന്നത് മാത്രമല്ല, ഇന്ത്യയിലെ സർവ്വ ഹിന്ദുക്കളുടെ മുഴുവനും നാശമാണ്. അത് ഇന്ത്യ മുഴുവനും പിടിച്ചടക്കണം എന്നാണ് അന്ന് പറയുന്നത്. അപ്പൊ മതേതരത്വം എന്ന പേരിൽ ഇവിടുത്തെ ഹിന്ദുക്കള് തന്നെ കൊല്ലാൻ കാത്തിരിക്കുന്ന മേത്തന്മാരുടെയൊക്കെ കാലൊക്കെ നക്കി തുടച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ. അപ്പൊ ഇന്നത്തെ ഇന്ത്യൻ ഹിന്ദുക്കളുടെ കഴുത്തിന് വളരെ അടുത്തായിട്ട് തൂങ്ങിക്കിടക്കുന്ന ഏറ്റവും വലിയ ഒരു കൊടിയ വാളാണ് ഖാസ ഈ ഹിന്ദ്. അത് അടുത്തൊരു 15 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഇതിന്റെ ഭീകരതയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ പോവാന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിന്റെ നമ്മളെടുത്ത് നോക്കിയാൽ അറിയാം ഇവരുടെ എല്ലാ ടാർഗറ്റഡ്, നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളുടെ പഞ്ചായത്തുകൾ ഉൾപ്പെടെ തുടങ്ങി അവരെല്ലാവരും ഓരോ വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞ് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യൻസിനും എതിരെ ആയി തുടങ്ങി. കാരണം ഇതൊരു ക്യാൻസറസിനേക്കായി അതിഭീകരമായിട്ട് വളരുന്ന ഒരു വൈറസ് പോലെ ആയിരുന്നു. അപ്പൊ ലോകത്തിലെ എല്ലാ സൈന്യത്തിനും മതരീതിയിലായിട്ട് ഒരു സ്നേഹമുണ്ട്. അപ്പൊ അമേരിക്കൻ സൈന്യത്തിനാണ് അമേരിക്കനോട്. പക്ഷെ ഇന്ത്യൻ സൈനികരുടെ ദേശസ്നേഹം മാത്രമാണ് മതപരമല്ലാത്തത്. കാരണം പാകിസ്ഥാൻ സൈനികരുടെ ദേശസ്നേഹം ലക്ഷ്യം ഖാസോ ഈ ഹിന്ദാണ്. അപ്പൊ കാഫിറായ ഹിന്ദുക്കളെ കൊന്നിട്ട് അവരുടെ സ്വത്ത് കൊള്ളയടിച്ച് ഭാര്യയും മക്കളെയും അടിമകളാക്കി അവരെ ഓരോ ഇസ്ലാമിസ്റ്റിന്റെയും പാകിസ്ഥാനികളുടെ ലക്ഷ്യവും സ്വപ്നം അതാണ്. അവർക്ക് അല്ലാഹു നൽകിയ ഈ ഹദീസ് ആ അവകാശം ഉറപ്പിച്ചു നൽകുന്നുണ്ട്. അല്ലാഹു വിശ്വാസികളെ കൈവിടുകയില്ലെന്നാണ് അവരുടെ വിശ്വാസം. അപ്പൊ എപ്പം ഇന്ത്യൻ സൈന്യത്തിനെതിരെ ഒളിച്ചിരിക്കുകയാണെങ്കിലും തന്റെ 72 ഹൂറികളെ സെറ്റായിട്ട് കുളിച്ചൊരുപ്പിച്ച് ഡ്രസ്സൊക്കെ ഇടിച്ച് റെഡിയാക്കി അല്ലാഹു അവിടെ നിർത്തിക്കുന്ന സ്ഥിതിക്ക് ഇവനെ ഊർജ്ജസ്വലതയോടുകൂടി യുദ്ധം ചെയ്യും. അപ്പൊ മുമ്പിൽ കാണുന്ന ഇന്ത്യൻ സൈനികനെ കൊല്ലണത് സ്വർഗത്തിന്റെ ജാലകത്തിൽ കാത്തു നിൽക്കുന്ന ഹൂറികളുടെ അടുത്തേക്ക് ചെല്ലാന്നുള്ളതുകൊണ്ട് അവർക്ക് ആ ഒരു കൊല്ലാനുള്ള ഒരു ത്വര വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇന്ത്യയിലെ ഭീകരണാക്രമണങ്ങൾ തടയാനോ നിർത്താനോ ഒന്നും അവർ പോകുന്നില്ല. ഇത് എപ്പോഴെങ്കിലും ഒരു നമ്മൾ തിരിച്ചടി കൊടുത്താലും കുറച്ചതാണ്. അപ്പൊ ഇവരാണെങ്കിൽ അതിന്റെ മെയിൻ ഇത് മുഴുവൻ ഇവിടെ സംഘികളാണ്. ആ ഒരു നമുക്ക് സംഘി വർഗീയത ഇത് മാത്രമായിട്ട് ഒരു പ്രതിഫലിപ്പിച്ച് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഖാസ ഈ ഹിന്ദ് ഹദീസ് ആയിരിക്കും ലോകത്തെ ഏക മുസ്ലിം രാജ്യമായിട്ടാണ് ഇപ്പോഴും പാകിസ്ഥാൻ ഉള്ളത്. ഈ ഇസ്ലാം സൗദി അറേബ്യയിലല്ലെന്ന് ഇന്ത്യൻ ഹിന്ദുക്കള് മനസ്സിലാക്കാത്തോടത്തോളം കാലം
നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാത്തടത്തോളം കാലം നമ്മളെ വന്ന ആ പാകിസ്ഥാനികളോട് നമുക്ക് ഇപ്പോഴും കണ്ടാൽ, ഇപ്പോഴും നമ്മളിപ്പം ഗൾഫിൽ ജീവിക്കുന്ന ഇവരെ കാണുമ്പോൾ തന്നെ നമുക്ക് അവരുടെ നേരെ സഹതാപം മാത്രമേ ഉള്ളൂ. കാരണം ഇനിയിപ്പം നമ്മളിവിടെ ക്രിക്കറ്റ് ജയിച്ചാൽ പോലെയല്ല, ഇനി ഇന്ത്യനെ അവർ തോൽപ്പിക്കുന്ന ഒരു ഘട്ടം ഏതെങ്കിലും ഒരു പ്രദേശത്ത് വന്നാൽ പോലും ഇവിടുത്തെ കാഫിറുകളെ കാത്തിരിക്കുന്ന വിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പരിതാപകരമായിരിക്കും. പക്ഷെ അവര് ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ ഇപ്പോഴും ഇതേപോലെ തന്നെ ഈ ക്രിക്കറ്റിനെ പിന്തുണച്ച പോലെ തന്നെ അവർക്ക് പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ടിരിക്കും. താങ്ക് യു. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. ഓക്കെ, നമ്മുടെ അടുത്ത ആളിലേക്ക് പോകാം. കാഫിർ ഭായ് കേൾക്കാം. സംസാരിച്ചു. എനിക്ക് ചോദിക്കാനുള്ളത്, ഇസ്ലാം എല്ലാ സ്ഥലങ്ങളിലും വാള് വെച്ചാണല്ലോ മതം മാറ്റിയിരിക്കുന്നത്, ഈ നിർബന്ധിച്ച്, ഈവൻ നമ്മുടെ കേരളത്തിൽ പോലും. അപ്പം എന്റെ ചോദ്യം എന്ന് പറഞ്ഞാല്, ഈ നമ്മുടെ നാട്ടില് എല്ലാവരും മിക്കവരും നമ്മുടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ആയിരുന്നല്ലോ, മീൻസ് ഇസ്ലാം മതം പിന്നെ വന്ന ഒരു മതമാണല്ലോ. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ഇവര് ഈ മതം മാറിയത് പോട്ടെ, ഇവരുടെ ഈ പിന്നെ അടുത്ത തലമുറയ്ക്ക് എന്തുകൊണ്ട് ഇവർ പറഞ്ഞു കൊടുത്തില്ല നമ്മുടെ മതം എങ്ങനെയാണ്, നമ്മളൊക്കെ മതം മാറ്റിയത് വാള് വെച്ചാണ്, ഭീഷണിപ്പെടുത്തിയാണ്, ഇത് പൈശാചികമാണ്, എന്തുകൊണ്ട് ഇവർ പറഞ്ഞു കൊടുത്തില്ല? പിന്നെയും ഈ നമ്മൾ ഇത്രയും എക്സ്പോസ് ചെയ്തിട്ട്, ഇസ്ലാമിനെ എക്സ്പോസ് ചെയ്തിട്ട് ആൾക്കാർ എന്തുകൊണ്ട് കടിച്ചു പോയി കിടക്കുന്നു? അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു ചോദ്യമാണ്, എനിക്ക് ഭയങ്കര ഡൗട്ടുള്ള ചോദ്യമാണത്. അതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ളത്. താങ്ക് യു. അനിൽ ബദർ. ഓക്കെ 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 ബ്രദറെ, ഇത് ഈ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കാലത്തെ 3-3.5 വയസ്സൊക്കെ ആകുമ്പോഴേക്കും മദ്രസയിലേക്ക് വിടുകയാണ്. മദ്രസയെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മദ്രസയിൽ നിന്ന് കേൾക്കുന്നത് എന്താണ്? ഇസ്ലാം ലോകത്തിലെ ഏറ്റവും മഹോന്നതമായ മതം, ഇസ്ലാമിനകത്ത് ജനിച്ചു വീഴാൻ കഴിഞ്ഞത് നിങ്ങളുടെ മഹാഭാഗ്യം എന്നുള്ള നിലയിലൊക്കെയാണ് ഈ പിള്ളേരെ പഠിപ്പിക്കുന്നത്. ഇത് ആദ്യത്തെ തലമുറയിലുള്ളവർ ഇപ്പോൾ ഒരുപക്ഷെ അവരുടെ മക്കളോട് പറഞ്ഞു കൊടുത്തെന്ന് വരാം ഫസ്റ്റത്തേൽ. പക്ഷെ 2-3 തലമുറയൊക്കെ കഴിയുമ്പോഴേക്കും ഈ മദ്രസാ പഠനം കൊണ്ട് ഇതാണ് ഇവരുടെ ഉള്ളിലേക്ക് ഉണ്ടാവുന്നത്. ഇപ്പം കാരണം അവർക്കൊന്നും പറ്റിയതല്ലല്ലോ ഈ മുമ്പ്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് തന്നെ നോക്കുമ്പോൾ ഉണ്ട്, നമ്മുടെ 5-6 തലമുറ മുമ്പുള്ള ആൾക്കാരൊക്കെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല, അവർക്ക് എന്ത് സംഭവിച്ച എന്ത് എന്നുള്ള നിലയിൽ നമ്മളും ആരായാലും ചിന്തിക്കുന്നുള്ളൂ അത്. അപ്പം ഇതിനെ സമർത്ഥമായിട്ട് ഒരു മുതലെടുപ്പ് നടത്തുകയാണ് ഈ മദ്രസാ വിദ്യാഭ്യാസത്തിലൂടെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവരെ അറിയിക്കുന്നില്ല, അടുത്ത തലമുറനെ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ കുറേ ചരിത്ര ഗ്രന്ഥങ്ങൾ ഇവർ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്, പല ആളുകളുടെയും ചരിത്ര ഗ്രന്ഥങ്ങൾ ഇവർ നശിപ്പിച്ചിട്ടുണ്ട്. അത് ഇവരുടെ ഒരു ചരിത്രം എന്നല്ല, പുസ്തകങ്ങൾ നശിപ്പിക്കുന്നത്. ഇപ്പോൾ അലക്സാന്ദ്രിയയിലൊരു ഭയങ്കര വലിയൊരു ലൈബ്രറി ഉണ്ടായിരുന്നു. അത് ഈ മുസ്ലിം സൈന്യം ഈജിപ്ത് ആക്രമിച്ച് കീഴടക്കി കഴിഞ്ഞപ്പോൾ അലക്സാന്ദ്രിയയിലത്തെ ലൈബ്രറി അവർ കത്തിച്ച് കളഞ്ഞു. 6 മാസത്തോളം എടുത്ത് കത്തിത്തീരാൻ. സെയിം ലെവലിൽ തന്നെയല്ല ഇപ്പം നളന്ദി തക്ഷശിലയൊക്കെ, അതൊക്കെ ആക്രമിച്ചതാരാണ്? ഇവരാണ് ആക്രമിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെയുള്ള കൃതികളെല്ലാം നശിപ്പിച്ച് കളയും. അതിനകത്തുള്ള ചരിത്ര ഗ്രന്ഥങ്ങളായാലും അല്ലാത്തതുമായ കൃതികളൊക്കെ നശിപ്പിക്കുകയാണ്. അപ്പോൾ ഓരോരോ രാജ്യത്തിൻ്റെയും ജനതകളുടെയും ഒക്കെ ചരിത്രം ഇല്ലാതാക്കിയിട്ട് പകരം അവിടെ കൃത്രിമമായിട്ട് ഇസ്ലാമിൻ്റെ ചരിത്രം തിരികെ കയറ്റി ഇസ്ലാം മഹാസംഭവമാണ് പണ്ടേ അവിടെ ഉണ്ടായിരുന്നുള്ള നിലയിലൊക്കെ ആയിട്ട് ഈ ആളുകളെ പറഞ്ഞ് പറ്റിച്ച് പഠിപ്പിച്ചു വരുന്നു. ഇവറ്റുങ്ങളും അതിനകത്ത് ജനിച്ചു വളരുമ്പോൾ അത് കേട്ട് വളർന്ന് അങ്ങനെ തന്നെ അങ്ങ് വരുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഇപ്പം ഈ സോഷ്യൽ മീഡിയ വന്നതുകൊണ്ടല്ലേ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറയാൻ പറ്റിയത്. ഇൻ്റർനെറ്റ് ഒന്നും ഇല്ലാതിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇപ്പം ഞാൻ കുറേ കുത്തിയിരുന്ന് ഇതിനെക്കുറിച്ച് പഠിച്ചാൽ ആ അറിവ് എൻ്റെ ഉള്ളിലിരിക്കും. എനിക്ക് പുറത്ത് പറയാനൊരു വേദിയില്ല, പറഞ്ഞാൽ കേൾക്കാൻ ആൾക്കാരും ഇല്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം ഇതാണ് മുമ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അതല്ല, ഇപ്പം മാറി. ഇപ്പോൾ പഠിക്കുന്ന ഏതൊരാൾക്കും അയാൾ ആ പഠിച്ച കാര്യങ്ങൾ പറയാൻ കേൾക്കാൻ ആൾക്കാരും ഉണ്ട്. അങ്ങനത്തെ ഒരു സ്ഥിതി വന്നപ്പോൾ ഇസ്ലാം പ്രതിരോധത്തിലായി. അതുകൊണ്ടാണ് ഈ ഇൻ്റർനെറ്റൊക്കെ നിരോധിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സുഡുക്കൾ പലയിടങ്ങളിൽ ഈ ഈജിപ്തിലും മറ്റുമൊക്കെ വലിയ പ്രകടനം നടത്തിയിരുന്നു. ഇപ്പോഴല്ല, 2012 ഭയങ്കര വമ്പൻ പ്രകടനമൊക്കെ നടത്തി ഇൻ്റർനെറ്റ് നിരോധിക്കണം എന്ന് പറഞ്ഞത്. കാരണം അവർക്ക് മനസ്സിലായി ഇത് പണി കിട്ടുന്ന സംഭവമാണ്. പക്ഷെ നിരോധിച്ചൊന്നുമില്ല. നിരോധിച്ചില്ലെന്ന് മാത്രമല്ല, ആളുകൾ കൂടുതലായിട്ട് ഇത് അറിയുകയും ഇസ്ലാം മതത്തിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകുന്നത് തുടരുകയും ചെയ്യുന്നു. പിന്നെ എന്തുകൊണ്ട് ഇപ്പം നമ്മൾ ഇത്രയൊക്കെ പഠിച്ചിട്ട് ആളുകൾ പോകുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഈ ഒരു ഗോത്രവർഗത്തിൻ്റെ സെറ്റപ്പിലാണ് മുഹമ്മദ് ഇതിനെ വിഭാവനം ചെയ്തിരിക്കുന്നത്, ഇസ്ലാം എന്ന് പറഞ്ഞ മതത്തെ. അപ്പോൾ ആരെങ്കിലും ഇതിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ അവനെ കൊല്ലണമെന്ന് മുഹമ്മദ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നവനെ മതപരിത്യാഗിയെ വധിക്കണമെന്ന് കൃത്യമായിട്ട് കൽപ്പനയുണ്ട്. അത് തന്നെ ഇപ്പം മദ്രസകളിലൊക്കെ ഇത് പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഓൺലൈനിലായതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. ഒരുത്തൻ പറയുന്നുണ്ടല്ലോ, ഒരാൾ ഇസ്ലാം മതം ഉപേക്ഷിച്ച് പോയാൽ അവനെ എന്ത് ചെയ്യണം, അവനെ വധിക്കണം എന്ന് പറയുന്നത്. അപ്പം ഇത് കുട്ടിക്കാലത്തെ പിള്ളേരുടെ ഉള്ളിൽ കയറുന്നതുകൊണ്ട് ഒരു ഭയങ്കരമായ ഒരു ഭയം അവർ ഭരിക്കുന്നുണ്ട്. അപ്പം ഈ ഭയം സമർത്ഥമായിട്ട് ഇതിൻ്റെ നേതാക്കന്മാർ അവരത് ഇവരെ നിയന്ത്രിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. പിന്നെ വിട്ടുപോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിലക്കുകളുണ്ട്.
മഹല്ലിൽ നിന്നുള്ള വിലക്കുകൾ. അപ്പോൾ ഈ നമുക്കറിയാം മുസ്ലിങ്ങൾ എപ്പോഴും ഒരു കൂട്ടമായിട്ട് താമസിക്കാനാണ് താല്പര്യപ്പെടുന്നത്. അധിക ഇടങ്ങളിൽ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ കൂട്ടമായിട്ട് അവർ താമസിക്കുമ്പോൾ ആ ബാക്കിയുള്ള മുസ്ലിങ്ങളെല്ലാം ഒരു കുടുംബത്തെ ഒറ്റപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടാണ് പല ആളുകളും ഇത് ആ, വിട്ടുപോരുന്നത്, പരസ്യമായിട്ട് പ്രഖ്യാപിക്കാത്തത്. പക്ഷേ മനസ്സുകൊണ്ട് ഇസ്ലാം ഉപേക്ഷിച്ച് മുർത്തതായി ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. കുറേ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. അവർ അവരുടെ സുഹൃത്തുക്കളുടെയൊക്കെ മുമ്പാകെ പല ചോദ്യങ്ങൾക്ക് അതിന് ഉത്തരവില്ലാതെ അല്ലെങ്കിൽ മുഹമ്മദിൻ്റെ ഓരോ പ്രവൃത്തികളെക്കുറിച്ച് പറഞ്ഞ് അപകർഷത തോന്നി മനസ്സുകൊണ്ട് ഇത് വിട്ടു, പുറത്തേക്ക് പറയാൻ ധൈര്യമില്ല. അങ്ങനെ ജീവിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവരെല്ലാം പുറത്തേക്ക് വരുന്നത് ഇനി സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയാകുന്ന ഒരു സമയം. ഇപ്പോഴൊക്കെ മിക്കതും വിദ്യാർത്ഥികളാണ് അവർ. ഇനി വലുതായി കഴിഞ്ഞ് പഠിച്ച് സ്വന്തമായിട്ടൊരു ജോലിയൊക്കെ കിട്ടുന്ന ആ ഒരു ലെവലിലൊക്കെ എത്തിക്കഴിയുമ്പോൾ കുടുംബക്കാരെയൊന്നും ഡിപ്പെൻഡ് ചെയ്യേണ്ട എന്നുള്ളൊരു സ്ഥിതിയൊക്കെ വരുമ്പോൾ അവരവരുടെ വിശ്വാസത്യാഗം അപ്പോൾ വെളിപ്പെടുത്തും. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക, ഭാവിയിൽ അത് പ്രയോജനം ചെയ്യും. അത് നോക്കിക്കൊണ്ട് ഭാവിയിലത്തെ നോക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക, അത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ സ്ഥിതി നോക്കണ്ട. സംസാരിച്ചോ കാഫിർ ഭായ്. അത്ഭുതം എനിക്ക് വ്യക്തമായിട്ടുണ്ട്. അപ്പൊ ഞാൻ വേറെ കാര്യം പറയട്ടെ. ഞാൻ ഇന്ന് രാവിലെ ഗ്രൂപ്പിൽ കേട്ടായിരുന്നു, അനിൽ ബ്രദറും സെബാസ്റ്റ്യൻ ബ്രദറും കൊടിത്തോടൻ ബ്രദറും നമ്മുടെ വർഗീസ് ബ്രദറും ഒന്നും ക്രിസ്ത്യാനികൾ അല്ലെന്ന് പറഞ്ഞു. ഞാനൊരു മർത്തോമക്കാരനാണ്, പക്ഷെ നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ അടിസ്ഥാനം ക്രിസ്തുവാണ്. ഞാൻ പറഞ്ഞു എല്ലാവരും ക്രിസ്ത്യാനികളാണ്. അപ്പൊ ഞാൻ അതോട് ഒന്ന് പ്രസ്താവിക്കാൻ വേണ്ടിയാണ് ഒന്ന് മൈക്ക് ബ്ലിങ്ക് ചെയ്തത്. അപ്പം നമ്മളെല്ലാരും നിങ്ങളെല്ലാം ക്രിസ്ത്യാനികളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് ബാക്കിയുള്ളവർ കേൾക്കട്ടെ, എന്നോട് ചോദിച്ചവരും കേൾക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, താങ്ക് യു. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ബ്രദറെ, ഇല്ല. ഓക്കെ, താങ്ക് യു. ബ്രദറെ, ഈ ക്രിസ്ത്യാനി ആരാണ് എന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഇവിടെ ഭൂമിയിലുള്ള മനുഷ്യരൊന്നും അല്ലല്ലോ ബ്രദറെ. ദൈവത്തിനാലല്ല ഇത് കിട്ടേണ്ടത്. അത് ദൈവമക്കളായിട്ട് അംഗീകരിക്കാത്ത കാലത്തോളം ആരെന്തൊക്കെ കിടന്നിട്ട് എന്ത് ചെയ്തിട്ട് എന്ത് കാര്യം? അപ്പോൾ ദൈവം ആ സർട്ടിഫിക്കറ്റ് തന്നാൽ മതി, അത്രേ ഉള്ളൂ. അല്ലാതെ മനുഷ്യൻ അങ്ങനെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് നോക്കണ്ട. അതെ, ഇനി എന്തെങ്കിലും? ഓക്കെ, ജട്ടി ബ്രദർ കാഫിർ ബ്രദറെ കഴിഞ്ഞല്ലോ, വേറെ ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല ബ്രദർ, വ്യക്തമായി. ഓക്കെ, ജട്ടി ബ്രദറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, അനിൽ ബ്രദറിനോടാണ്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാഫർ ബ്രദർ ചോദിച്ചതിനോട് അനുബന്ധിച്ചാണ് ഈ ടിപ്പു സുൽത്താനും അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരും ഇന്ത്യൻ ചരിത്രത്തിലും ചെയ്ത ക്രൂരതകളെ കുറിച്ച് ഇവിടെ എല്ലാവർക്കും അറിയാം. ഇപ്പം നമ്മുടെ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നു, അവർ വന്നു ട്രെയിന് അതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്ത്യക്ക് നമ്മുടെ ഒരു ആധുനികമായിട്ടുള്ള ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ സംസ്കാരത്തിനല്ല നമ്മുടെ ഇതിന്റെ അധീനമായിട്ട്, കാരണം നമുക്ക് കുറച്ച് ഉപകാരങ്ങളൂടെ കിട്ടിയിട്ടുണ്ട്. പാലം, അതുപോലെ തന്നെ ട്രെയിൻസ്. ഒറ്റ മിനിറ്റ് ജട്ടി ബ്രദറെ, കോയ ഒന്ന് മ്യൂട്ട് ചെയ്യോ? കോയ ബായി ഒന്ന് മ്യൂട്ട് ചെയ്യോ? അൺമ്യൂട്ടാണ്. ഓക്കെ ജട്ടി അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ടിപ്പു സുൽത്താൻ വന്നിട്ട് എന്താണ് ഇവിടെ, അല്ലെങ്കിൽ മുഗൾ വംശ അടിമകളെ കൊണ്ട് സ്മാരക ചരിത്രങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ളത് ഒരു ഇതാണ്. പക്ഷേ അതുപോലെ തന്നെ ഇന്ത്യക്ക് ദ്രോഹവും അവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ബ്രിട്ടീഷുകാരുടെ നന്മകളെ ഓർക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ അവർ ചെയ്ത തിന്മകളും ആണ് നമ്മളിവിടെ സ്മരിക്കുന്നത്. എന്നാൽ ഇവർ ചെയ്ത തിന്മകളെ വിസ്മരിക്കുകയും നന്മകൾ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുമാണ് ഇപ്പോൾ ഈ ഇസ്ലാമിസ്റ്റുകൾ മുമ്പോട്ട് വരുന്നത്. ഈ എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ടിപ്പു സുൽത്താനെ മറ്റേ മൈസൂർ സിംഹം എന്ന് പറഞ്ഞുകൊണ്ട് പുകഴ്ത്തുകയും അതുപോലെ തന്നെ പല രീതിയിലുള്ള ഫ്ലെക്സുകളും പുള്ളിയുടെ ജന്മദിനവും അതുപോലുള്ള കാര്യങ്ങളും ആഘോഷിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഇവരെന്താ ഈ ചരിത്രത്തെ അവഗണിക്കുകയാണോ അതോ ഇപ്പം ഇന്ത്യയെ കടന്നാക്രമിക്കുകയാണ് മുഗൾ വംശം ചെയ്തത്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരും ചെയ്തത് ഒരു കച്ചവട അടിസ്ഥാനത്തിൽ വന്നിട്ട് ഇന്ത്യയെ പിടിച്ചടക്കിക്കൊണ്ട് ഒരു സാമ്രാജ്യത്വം സ്ഥാപിക്കുകയാണ് ചെയ്തത്. അതേ സംഭവം തന്നെയാണ് മുഗളന്മാരും ചെയ്തത്. എന്നാൽ മുഗളന്മാരെ പ്രൈസ് ചെയ്യുകയും ബ്രിട്ടീഷുകാരെ ഇകഴ്ത്തുകയുമാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിൽ ഒരു വിരോധാഭാസം ഇല്ലേ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. അനിൽ ബ്രദറെ. ബ്രദറെ കേൾക്കുന്നുണ്ട്, പറയാം. ജട്ടി ബ്രദർ ചോദിച്ചായിരുന്നു, കേട്ടായിരുന്നോ? കേട്ടു ബ്രദറെ. അതായത് ഇവര് നമ്മൾ നോക്കിയാൽ മുസ്ലിം ഭരണാധികാരികൾ ഈ നാട്ടിൽ പണിത സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ശവകുടീരങ്ങൾ പണിതിട്ടുണ്ട്. അവരുടെ ഭാര്യമാരുടെയും പിന്നെ കാമുകന്മാരുടെയും ഒക്കെ ഓർമ്മയ്ക്ക് വേണ്ടി. അവരൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോൾ കുറേ ശവകുടീരങ്ങളും പണിതിട്ടുണ്ട്, കുറേ പൂന്തോട്ടങ്ങളും പണിതിട്ടുണ്ട്. പിന്നെ അവരുടെ പള്ളി മിനാരങ്ങളും മറ്റുമൊക്കെ ആയിട്ട് വലിയ ലെവലിൽ പള്ളികളും പണിതിട്ടുണ്ട്. ഇതല്ലാതെ പൊതുജനത്തിന് ഗുണമുള്ള പ്രയോജനമുള്ള എന്ത് കാര്യങ്ങളാണ് അവർ പണിതിട്ടുള്ളത്? ഒന്നുമില്ല. എന്നാൽ ബ്രിട്ടീഷുകാരിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. അവരുടെ ആവശ്യത്തിന് വേണ്ടി ചെയ്തതാണെങ്കിലും നാട്ടുകാർക്കും ഗുണം കിട്ടുന്ന വിധത്തിൽ പിൽക്കാലത്ത് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്കെല്ലാം ഗുണം കിട്ടുന്ന വിധത്തിലുള്ള കുറേ നിർമ്മിതികൾ അവരിവിടെ ചെയ്തിട്ടുണ്ട്.
പക്ഷെ എപ്പോഴും ബ്രദർ പറഞ്ഞതുപോലെ ആളുകൾ സംസാരിക്കുമ്പോൾ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ സംസാരിക്കുകയും അവർ ചെയ്ത ആ, തിന്മകളെ എടുത്ത് പർവ്വതീകരിച്ച് കാണിക്കുകയും അവർ ചെയ്ത നന്മകൾ പൂർണ്ണമായിട്ട് അവഗണിക്കുകയും ചെയ്യും. നേരെ മറിച്ചാണ് ഇസ്ലാമിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് മുസ്ലിം ഭരണാധികാരികൾ ചെയ്തിട്ടുള്ള തിന്മകളെ കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടുകയില്ല. നന്മകൾ എന്ന് പറയാൻ ഇല്ല. ഇവരെ വെള്ളം പൂശിയിട്ടൊക്കെ അവതരിപ്പിക്കുകയാണ്, കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുകയാണ്. ഇവിടെ ജസിയയുടെയൊക്കെ ചരിത്രമൊക്കെ നോക്കണം. ഇന്ത്യയിൽ ഹിന്ദുക്കളല്ല അമുസ്ലിങ്ങൾ ജസിയ കൊടുത്ത് ജീവിച്ചത് എങ്ങനെയാണ്, അവർ ജസിയ അടയ്ക്കാൻ പോയിരുന്നത്, ജസിയ പിരിക്കാനിരിക്കുന്നവർ അങ്ങനോട് എങ്ങനെയാണ് പെരുമാറിയത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് രക്തം തിളയ്ക്കും ഏതൊരു ഇന്ത്യക്കാരൻ്റെയും, അല്ലെങ്കിൽ ഏത് അമുസ്ലിമായ ഇന്ത്യക്കാരൻ്റെ, എല്ലാം ഇന്ത്യക്കാരുടെ ഇല്ല, മുസ്ലിങ്ങളായ ഇന്ത്യക്കാർക്ക് അത് കേൾക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ അത് വായിക്കുമ്പോഴൊക്കെ അഭിമാനം തോന്നുകയുള്ളൂ. അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അതല്ലാത്ത ഇന്ത്യക്കാർക്കൊക്കെ അത് രക്തം തിളയ്ക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ പഠിക്കുകയില്ല. നമ്മൾ ഒരിക്കലും നമ്മളത് പഠിക്കാൻ പോകുന്നില്ല നമ്മുടെ പാഠപുസ്തകങ്ങളിൽ. പഠിച്ചു കഴിഞ്ഞ് അതൊക്കെ പാഠപുസ്തകങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നഷ്ടമാണ് പലർക്കും. അപ്പോൾ ഈ രാഷ്ട്രീയ വോട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ളവരെ താങ്ങാൻ നടക്കുന്ന രാഷ്ട്രീയക്കാർ ഇത്തരം കാര്യങ്ങളൊക്കെ അനുവദിക്കും. സിലബസിൽ അവർക്ക് ഇഷ്ടമുള്ള വിധത്തിൽ പലതും. ഇപ്പോൾ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറബികളുടെ ചരിത്രം സർക്കാർ ചെലവിലല്ലേ പഠിപ്പിക്കുന്നത്. അതിനകത്ത് എനിക്കത് ഒരാളെ അയച്ചു തന്നു കഴിഞ്ഞപ്പോൾ ആ പുസ്തകം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. കാരണം കുറേ തള്ളുകൾ മാത്രം, ഇല്ലാത്ത നുണകളൊക്കെയാണ് അടിച്ചു വിട്ടിരിക്കുന്നത്. റെഫറൻസുകളൊന്നും ഇല്ലല്ലോ. പിന്നെ പാഠപുസ്തകത്തിൽ നമ്മൾ റെഫറൻസ് കാണുന്നില്ലല്ലോ. ആ സിലബസിൽ എഴുതിയ ആളുകളെ നമ്മളത് അംഗീകരിക്കുകയാണ്, അല്ലെങ്കിൽ വിശ്വാസത്തിലെടുക്കുകയാണ്. പക്ഷെ അത് ചുമ്മാ അങ്ങ് തള്ളി വെച്ചിരിക്കുകയാണ് കുറേയൊക്കെ. അപ്പം ഇങ്ങനെ ചെയ്ത് ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്ത്, അല്ലെങ്കിൽ മസ്തിഷ്ക പ്രക്ഷാളനത്തിലൂടെ, ഈ ഇന്റലക്ച്വൽ ജിഹാദിന്റെ ഭാഗമാണത്, അങ്ങനെ ചെയ്തിട്ട് മുസ്ലിങ്ങൾ എന്തോ വലിയ സംഭവമാണ്, ഈ നാടിന് വേണ്ടി കുറേ നന്മകൾ അവർ ചെയ്തു എന്നുള്ളൊരു നരേഷൻ അവരുണ്ടാക്കി എടുത്തിരിക്കുകയാണ് ഇവിടെ. അതൊരു വലിയ ശാപമാണ്. പക്ഷെ ഇത് ഇന്റർനെറ്റിന്റെ കാലമായതുകൊണ്ട് നമുക്ക് ചരിത്ര വസ്തുതകളെ നിരത്തിക്കൊണ്ട് ഇവരുടെ ഈ വ്യാജ പ്രചരണങ്ങൾക്കെതിരെയുള്ള യഥാർത്ഥമായ ചരിത്ര വസ്തുതകൾ നിരത്തിക്കൊണ്ട് നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ ചരിത്രത്തിൽ അറിവുള്ളവരാകുക, ചരിത്രബോധമുള്ളവരാകുക, കൂടുതൽ ചരിത്രകൃതികൾ വാങ്ങുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യുക. എന്നിട്ട് അതനുസരിച്ച് നമ്മൾ സംസാരിക്കുക. അങ്ങനെ മാത്രമേ നമുക്കിതിനെ നേരിടാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ജറ്റി ബദറെ നമ്മൾ അടുത്ത ആളിലേക്ക് പോവുകയാണ്. കാരണം ഒരു 3 മണിക്ക് മുമ്പ് ഇത് നിർത്തണം. ഒരു 6 മണിക്ക് നമ്മുടെ ട്രൂത്ത് ഫൈറ്റേഴ്സിൽ വീണ്ടും നമ്മൾ ചർച്ചയുണ്ട്. 6 മണിക്കുള്ള ചർച്ചയുടെ വിഷയം പറയാം: സത്യദൈവമായ യഹോവയും മുസ്ലിങ്ങളുടെ അള്ളാഹുവും വ്യത്യാസങ്ങൾ. ഇതാണ് നമ്മുടെ 6 മണിക്കത്തെ ചർച്ച. ഇതേ ക്ലബിൽ ചർച്ചയുണ്ട്. അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് നിർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റുകളുണ്ടെങ്കിൽ, ചോദ്യങ്ങളുണ്ടെങ്കിൽ വേഗത്തിൽ ചോദിച്ച് നിർത്തണമേ. റോസ് സിസ്റ്റർ സംസാരിച്ചായിരുന്നോ? ഇല്ല, സംസാരിച്ചില്ലായിരുന്നു. ഇപ്പൊ അനിൽ ബ്രദർ പറഞ്ഞത് ഞാൻ കേൾക്കുമായിരുന്നു. അതായത് ഇവര് ടെക്സ്റ്റ് ബുക്സ് മാനിപ്പുലേറ്റ് ചെയ്യുന്നു. അതായത് ഒത്തിരി സയന്റിഫിക് ഇൻവെൻഷൻസും എല്ലാം ഇവരാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് അമേരിക്കയിലെ സ്കൂൾസിൽ, കാത്തലിക് സ്കൂൾസിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് ടെക്സ്റ്റ് ബുക്സിൽ. അതിന്റെ കാരണം അന്വേഷിച്ചപ്പോഴാണ് അതൊക്കെ ഫണ്ടിങ് ചെയ്യുന്നത് പല ഇസ്ലാമിക് ഗ്രൂപ്പ്സ്, ഓർഗനൈസേഷൻസ് ഫണ്ടിങ് ചെയ്യുന്നുണ്ട് കാത്തലിക് സ്കൂൾസ്. ഇനി കാനഡയിലുള്ള കാര്യം കഴിഞ്ഞ ദിവസം ഒരാള് ക്ലബ് ഹൗസിൽ പറയുന്നത് ഞാൻ കേട്ടതാ. അതായത് ക്രൂസൈഡ്സിനെ കുറിച്ച് പുതിയൊരു ഹിസ്റ്ററിയും പുതിയൊരു നെറേഷനും ഇവർ കൊണ്ടുവരുന്നുണ്ട്. അതായത് ഇവര് ക്രൂസൈഡ്സിന്റെ സമയത്ത് ഒത്തിരി മുസ്ലിംസിനെയും ഒക്കെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ട്, നബിയുടെ മനസ്സ് മുറിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനത്തെ ടേംസ് ആണ് ഞാൻ കേട്ടത്. ക്രൂസൈഡ്സ് എല്ലാവർക്കും അറിയാം, ആരും അവരുടെ സ്ഥലത്തേക്കൊന്നും പോയിട്ടില്ല. ഇങ്ങോട്ട് വന്ന് ജെറുസലേമിൽ എങ്ങനെയാണ് ഇവരെ പ്രതിരോധിക്കാൻ തുടങ്ങിയെന്നുള്ളത് ഇത് ഇപ്പൊ ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്ന തന്നെ പല കൺട്രീസിലും ഇപ്പൊ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ അന്നും ഇവർ വിമനെ അറ്റാക്ക് ചെയ്യുമായിരുന്നു. നമ്മുടെ പിലിഗ്രിമേജസിനെ എല്ലാം ഇവർ അറ്റാക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ, നമ്മുടെ സ്ഥലങ്ങളെ വന്ന് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ രാജാക്കന്മാർ, അന്നുള്ള എംപറേഴ്സ് അല്ല, ക്രൂസൈഡ്സിനുള്ള ആഹ്വാനം കൊടുക്കുന്ന പോപ്പിന്റെ കീഴിൽ. അതിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ഫിനാൻഷ്യലി ഇതിൽ നോക്കുമ്പോൾ കുറെ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ ഇസ്ലാമിനെതിരെ പ്രതിരോധിച്ചതിന് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. ആ ഒരു ആംഗിളിൽ മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ ഇവരിപ്പോ ഭാരതത്തിലേക്ക് വരുന്നതിന് മുമ്പേ ഇവരിപ്പോ റോമിനായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മുഹമ്മദിന്റെ കാലത്ത് തന്നെ തുടങ്ങിയതാണ്. ഇവർക്ക് എന്ത് ബന്ധമിരിക്കുന്നു ഇറ്റലിയും റോമും വാറ്റിക്കനും? ഇവരുടെ ഏറ്റവും വലിയ എയിം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റലി കീഴടക്കുക.
വാറ്റിക്കൻ കീഴടക്കുക. ഇവർക്ക് എന്ത് ബന്ധമാണ് ആ മണ്ണ് തമ്മിൽ ഇരിക്കുന്നത്? ആ വാറ്റിക്കൻ എന്ന് പറഞ്ഞ ആ റോം ഒന്നും ആരും അവരെ ഉപദ്രവിച്ച് ജീസസിന്റെ അപ്പോസിൽസോ, ഇനി പറയുവാണെങ്കിൽ ജീസസിന്റെ 12 അപ്പോസിൽസ് ഉണ്ടായിരുന്നു, ഒരാൾ ഒറ്റി, അയാൾ തൂങ്ങിച്ചെത്തു. അതിന്റെ റീപ്ലേസ് ചെയ്ത് വന്നതാണ് മാത്തയാസ്. ഇതിൽ ഏതെങ്കിലും 12 അപ്പോസിൽസിലോ ഒരാളെങ്കിലും ആരെങ്കിലും ആക്രമിച്ചോ ഉപദ്രവിച്ചോ ഏതെങ്കിലും രാജ്യത്തെ ഉപദ്രവിച്ചോ അവര് കൺവേർഷൻ നടത്തിയിട്ടുണ്ടോ? അവരിലൂടെ എന്തുമാത്രം സയൻസും അത്ഭുതങ്ങളാണ് ദൈവം പ്രവർത്തിച്ചിട്ടുള്ളത്. ഇപ്പോ ചില ടേംസ് പറയാം, സത്യവിശ്വാസം, സത്യവേദം, വേർഡ് ഓഫ് ഗോഡ്, ഇതെല്ലാം ഇപ്പൊ ഇവരുടെ കയ്യില്, ഇവരെ ഇപ്പൊ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന. ഇത് ഇവർക്ക് ഹൈജാക്ക് ചെയ്യാനല്ലാതെ ഇവർക്ക് വേറെ എന്തെങ്കിലും സ്വന്തമായിട്ടുണ്ടോന്ന്. ഈ ബൾബിന്റെ ഒരു ഫിലമെന്റ് എങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? എനിക്കറിയാൻ പാടില്ലാണ്ടിരിക്കുക. ഞാൻ പഠിച്ച കാലഘട്ടത്തിലൊന്നും ടെക്സ്റ്റ് ബുക്കിൽ ഈ സയന്റിഫിക് ഇൻവെൻഷൻസ് ഇവർ കൊണ്ടുവന്നായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. ഇപ്പം പക്ഷെ ഞാൻ കേൾക്കുന്നു അമേരിക്കയിൽ ഒത്തിരി സ്കൂൾസിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇവര് ടെക്സ്റ്റ് ബുക്സ് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പിള്ളേർ എന്താണ് പഠിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം. ഞാൻ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ക്ലബ് ഹൗസിൽ ഇവിടെയുള്ള ഒരു റൂമിൽ തന്നെ ഞാൻ കേട്ടു, 7th or 8th അങ്ങനെ ഏതാണ്ട് ഒരു ക്ലാസ് ആണ് എനിക്ക് ഓർമ്മയുള്ളത്. ICSEയുടെ ബുക്സിൽ ഹിസ്റ്ററി ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അത് എന്താണെന്നുള്ള കറക്റ്റ് ഞാൻ മറന്നുപോയി, പക്ഷെ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. നമ്മൾ അത് നോക്കണം, നമ്മുടെ പിള്ളേർ എന്താണ് പഠിക്കുന്നത് എന്നുള്ളത്. പിന്നെ ഇവിടെ കൊടുങ്ങല്ലൂർ ഇവര് ചെയ്യും. കൊടുങ്ങല്ലൂരിൽ സെയിന്റ് തോമസ് വന്നെന്നുള്ളത് ഒരു ട്രഡീഷണൽ ഫെയ്ത്ത് ആണ്, അതുകൊണ്ട് അവർ ചെയ്യും. ഇനി ഇപ്പൊ വല്ലാർപാടവും പറഞ്ഞു വരുമ്പോ ഇവിടെ ഇതെല്ലാം ഇവരുടേതാകും. ഇത് ഇവർക്കുള്ള ഒരു കോംപ്ലക്സ് ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഷിയ മുസ്ലിം ഒരാൾ ഇറാനിൽ നിന്നുള്ള കൺവേർട്ട് ആയിട്ട് ഇപ്പൊ ഒരു വലിയ അപ്പോളജിസ്റ്റ് ആണ് അമേരിക്കയില്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം പറയുന്നത് ഈ മുസ്ലിംസിന് ഇസ്ലാമിനുള്ളവർക്ക് ഒരു വലിയ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്, അതുകൊണ്ടാണ് അവർ അമേരിക്കനെ എതിർക്കുന്നത്. ഇവരെന്തിനാണ് ഈ അമേരിക്കനെ ഇത്രയും എതിർക്കുന്നതെന്ന് ഞാനും ആലോചിക്കുമായിരുന്നു. ഞാൻ വിചാരിച്ചൊരു ക്യാപിറ്റലിസ്റ്റ് കൺട്രി ആയിരുന്നു. അല്ല, അദ്ദേഹം തീർത്ത് പറയുന്നത് അവർ ഡെത്ത് ടു അമേരിക്ക എന്ന് അവർ ഇറാനിൽ പഠിപ്പിക്കുന്നുണ്ട്. സ്കൂൾസിൽ ആദ്യമേ അതാ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മളൊക്കെ സ്കൂൾസിൽ നമ്മൾ വേറെ കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇവർ ഡെത്ത് ടു അമേരിക്ക, കിൽ ഇസ്രായേൽ, ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ദേ ആർ നോട്ട് ഏബിൾ ടു ആക്സെപ്റ്റ്. അവർക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ക്രിസ്ത്യൻ വേൾഡ് ആണ് ഇപ്പൊ ഒരു വേൾഡിനെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അത് ഒരു ഭയങ്കര ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. അവർക്ക് ഇസ്ലാമാണ് വേൾഡിനെ റൂൾ ചെയ്ത്, അതുകൊണ്ടാണ് റൂൾ ചെയ്യണം എന്നുണ്ട് അവരുടെ ഒരു ഇതനുസരിച്ച്. അതുകൊണ്ടാണ് ഇപ്പൊ അവർ ലാർജ് സ്കെയില് പണ്ടത്തെ ഒരു മെഷറിലേക്ക് തിരിച്ചു വരുന്നത്. എല്ലാവരെയും കൊന്നൊടുക്കി ക്രിസ്ത്യൻസിനെ മുഴുവൻ ഉന്മൂലനം ചെയ്ത് ആ രാജ്യം പിടിച്ചെടുക്കുക. ഇപ്പൊ യൂറോപ്പിൽ തന്നെ ഞാൻ കേട്ടത് ഏറ്റവും ബിഗ്ഗസ്റ്റ് മോസ്ക് ഇറ്റലി കൊണ്ടാണ് വെച്ചിരിക്കുന്നത്. അതിന്റെ എയിം തന്നെ ഒരു കാലത്ത് ഇതെല്ലാം പിടിച്ചടക്കിയിട്ട് അവിടെ ചെന്ന് വാറ്റിക്കന് ചെന്ന് കൊടികുത്തണം എന്നുള്ളതാണ് ഇവരുടെ ആഗ്രഹം. അതാണ് ഇത്. ഇവിടെയും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവർ നോക്കുവാണെങ്കിൽ കോൺസ്റ്റന്റിനോപ്പിളിൽ ചെന്നിട്ട് ആ മെയിൻ ഹാഗിയ സോഫിയ ഇന്ത്യൻ ചെല്ലുവാണെങ്കിൽ സമയം നമ്മുടെ ദീർഘിക്കുകയാണ്. നമ്മുടെ 3 മണിക്ക് നേട്ടം നിർത്താൻ നിൽക്കാം. ഒന്ന് ചുരുക്കി പറഞ്ഞു. കൺക്ലൂഡ് ചെയ്യാം. ഇവിടെ ഇന്ത്യ വന്നാണെങ്കിൽ ബാബറി മസ്ജിദ് അതുകൊണ്ടാണ് അവർ എയിം ചെയ്തിരിക്കുന്നത്. ഓരോ കൺട്രിയിലും ചെല്ലുമ്പോൾ അത് മെയിൻ സ്ഥലം ആ വിശ്വാസികളുടെ, ഇപ്പൊ മക്ക ആണെങ്കിലും അവർ എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ്. കാബ അവരുടെ ആ സ്ഥലം എടുത്തിരിക്കുന്നത്. ഇത് ഏത് സ്ഥലത്ത് എന്നാലും അതിന്റെ മേലൊരു ആധിപത്യം സ്ഥാപിക്കുക. ആ ഏരിയ എടുക്കുമ്പോൾ ആ മതം മൊത്തം അവിടെ വരുന്ന ആ ഒരു മീനിങ്ങിലാണ് അവർ എടുക്കുന്നത്. അതുകൊണ്ടാണ്. താങ്ക് യു സോ മച്ച് ബ്രദർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു റോസ് സിസ്റ്റർ. നമ്മുടെ അടുത്ത ആള് രാജു ഉത്തരേ. ഞാൻ നമസ്കാരം. ഞാൻ മരിച്ചുപോയ സൈനികർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ. ഒരു കെട്ട കാര്യം പറയാനാണ് ഞാൻ വന്നത്. ഞാൻ ഇവിടെ ഫൈസലാണെന്ന് തോന്നുന്നു ചോദിച്ചിട്ട് പോയി, കേരളത്തിലെ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ ആക്രമിച്ച കഥകളുണ്ടോ? ഉണ്ട്. അടുത്ത കാലത്ത് നമ്മൾ ഈ മറവി നമുക്കൊരു കുഴപ്പമാണ്. ഞാൻ ഇവിടെ തിരുവനന്തപുരത്തുള്ള 2 കേസ് തന്നെ പറയാം. ഒന്ന് വിഴിഞ്ഞം, 2 ഭീമപ്പള്ളി. 7 പേരാണ് കൊല്ലപ്പെട്ട 95-ൽ. അതിനുശേഷം ഈ 7 പേര് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ ജിഹാദികളെ അടിച്ചൊതുക്കി കളഞ്ഞു. അവരുടെ അടുത്ത് കയറി പ്രശ്നം ഉണ്ടാക്കാൻ പോവുകയും അവരെ അടിച്ചില്ലാതാക്കി കളഞ്ഞു ഈ ജിഹാദികളെ. അപ്പോൾ ഇതിന് ശേഷം ഇവർ ചെയ്ത പണി എന്തെന്ന് വെച്ചാൽ പതിയിരുന്നിട്ട് 3 or 4 പേരെ കൊന്നു കളഞ്ഞു. വൈകിട്ട് പണിയൊക്കെ കഴിഞ്ഞ് ഇരുട്ടത്ത് പോകുന്ന ആൾക്കാരെ മറഞ്ഞിരുന്നിട്ട് കൊന്ന് ഉപ്പ് ചാക്കിൽ കെട്ടി പള്ളി ഖബറിസ്ഥാനിൽ കൊണ്ട് കുഴിച്ചിട്ടു. 1 വർഷത്തോളം ഇവരെ കാണാതായി. ഈ കടലിൽ പോകുന്ന ആൾക്കാരെ കാണാതായിട്ട് അന്വേഷിച്ച് പോയപ്പോഴാണ് ഈ പള്ളിക്ക് അകത്ത് നിന്നിട്ടായിരുന്നു ഈ ശവശരീരങ്ങൾ. അത് വിഴിഞ്ഞമല്ലേ? വിഴിഞ്ഞത്ത്. അതായത് ശരീരത്തിനകത്ത് ഉപ്പ്. അതെ. ആ കേസാണ് പറയുന്നത്. അതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ഇരു ചെവി അറിയാതെ ഇവർ ഇതുപോലെ 3-4 എണ്ണത്തിനെ കൊന്നു കളഞ്ഞു. എന്നിട്ട് ഉപ്പില് കെട്ടി പള്ളി ഖബറിസ്ഥാനിൽ കൊണ്ട് കുഴിച്ചിട്ടു. ഇത് അവരെല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്താണ്. പുറത്ത് വരാൻ കുറെ സമയം എടുത്തു. ആ കേസും ഇപ്പം അന്വേഷണം കഴിഞ്ഞു, വിചാരണ നടക്കുകയാണ്.
വിഴിഞ്ഞം കലാപത്തിന്റെ 95 നടന്നതിന്റെ വിചാരണ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. അതിൽ 2 പേര് കൊല്ലപ്പെട്ട കേസിന്റെ വിചാരണ മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ, ബാക്കി പെൻഡിങ് ആണ്. ഇനി രണ്ടാമത്തെ ഭീമാപ്പള്ളി ചെറിയ തുറയിൽ അന്ന് ജിഹാദികൾ കയറിയിരുന്നെങ്കിൽ കേരളം കണ്ട ഏറ്റവും വലിയ നരനായാട്ടായിരുന്നതിന് അന്ന് ആ പള്ളിക്കകത്ത് നടക്കേണ്ടിയിരുന്നത്. 50ഓളം വരുന്ന മുക്കുവര് സധൈര്യം നടത്തിയ ഒരു ചെറുത്തുനിൽപ്പ് കൊണ്ടാണ് ഈ 300-ലേറെ വരുന്ന ജിഹാദി കൂട്ടങ്ങളെ അവർ തടഞ്ഞു നിർത്തിയത്. അവരെ കൊണ്ട് ഒക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ കൂടുതൽ പേര് ഈ ജിഹാദികളെ വിളിച്ചു കൂട്ടുകയായിരുന്നു. അങ്ങനെ 100 കണക്കിന് ആൾക്കാരാണ് ബോംബും വാളും ഈവൻ ഗണ്ണ് വരെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. കാരണം പോലീസിനെതിരെ വെടിവെപ്പ് നടന്നിട്ടുണ്ട് അവിടെ. എന്നിട്ട് അങ്ങനെ ഗത്യന്തരമില്ലാതെയാണ് അവസാനം പോലീസ് വെടിവെക്കേണ്ടി വരികയും 50-ലേറെ പേർക്ക് വെടികൊണ്ടോടെ 6 പേര് മരിച്ചു. കേരളം കണ്ട ഏറ്റവും വലിയ വെടിവെപ്പ് നടന്ന ഭീമാപ്പള്ളി. ഇപ്പോഴും നിങ്ങൾ പോയി നോക്കുകയാണെങ്കിൽ ഈ വിഴിഞ്ഞത്തും ഭീമാപ്പള്ളി ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ പോലെയാണ്. പോലീസ് പിക്കറ്റിംഗ് ഇല്ലാതെ അവിടെ ജീവിക്കാൻ സാധ്യമല്ല. ഈ ജിഹാദി പോപ്പുലേഷൻ കൂടുതലുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത് പ്രശ്നമാണ്. സമാധാനപരമായിട്ട് ആൾക്കാർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് അവർക്ക് സാധ്യമാവുന്ന പ്രദേശങ്ങളിൽ അത് ചെയ്യുന്നുണ്ട്. താങ്ക് യു. ഞാൻ ഒരു കാര്യം ഇതോട് അനുബന്ധിച്ച് ഒരു കാര്യം ചോദിക്കാൻ അനുവദിക്കും. അല്ല വെയിറ്റ് തരം. അതായത് വിഴിഞ്ഞത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ ക്രിസ്ത്യാനികളായ കുറച്ച് സഹോദരങ്ങളെ കാണാനുണ്ടായിരുന്നില്ല. ആ വിഴിഞ്ഞ സംഭവം ഞാൻ പറയണത്. അപ്പം അതിന് പകരമായിട്ട് ഒരു കുറച്ച് 2-3 മുസ്ലിം യുവാക്കന്മാരെ അവർ തടഞ്ഞു വെച്ച് ഈ ക്രിസ്ത്യൻസ് ആയ സഹോദരങ്ങൾ വന്നാൽ മാത്രമേ ഇവരെ വിടുകയുള്ളൂ എന്നൊക്കെ ഒരു സംസാരം ഉണ്ടായി. അങ്ങനെ നമ്മുടെ ഈ ഇസ്ലാമിക സുഹൃത്തുക്കളെ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പള്ളിയിലാണ് തടഞ്ഞു വെച്ചെന്ന് എൻ്റെ അറിവ്. അപ്പോൾ ഈ പള്ളിയിൽ തടഞ്ഞു വെച്ച ഇവരെ സത്യം പറയുമെങ്കിൽ 4 നേരം ഭക്ഷണം കൊടുത്തിട്ടാണ്, നല്ല ആർഭാടത്തോടെ ഭക്ഷണം കൊടുത്താണ് അവരെ അവിടെ സംരക്ഷിച്ചത്. എന്നാൽ ഇസ്ലാമിസ്റ്റുകൾ തട്ടിക്കൊണ്ട് പോയവരെന്താ ക്രിസ്ത്യാനികളെ ചെയ്തതാണ് അവരെ കൊന്ന് അവരുടെ ശരീരത്തിൽ കൊന്നു പറഞ്ഞാൽ അവർ പച്ചയ്ക്ക് അവരുടെ ശരീരം കീറി ഉപ്പ് അതിനകത്ത് വാരി വെച്ച് കെട്ടിവെച്ചു, അങ്ങനെ മരിച്ചുപോയി എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു വന്നൊരു സാരം, നമ്മുടെ വിശ്വാസികളായ ക്രിസ്ത്യാനികളായ സഹോദരങ്ങൾ ക്രിസ്ത്യാനികളായ സഹോദരങ്ങളെ ഇസ്ലാമിസ്റ്റുകൾ കൊല്ലുമ്പോൾ ഇസ്ലാമിസ്റ്റുകളെ പള്ളിമേടയിൽ 4 നേരം ശാപ്പാട് കൊടുത്താണ് തടഞ്ഞു വെച്ചിരുന്നത്. ഇവരെ വന്നിട്ടേ തിരിച്ചു വിടുകയുള്ളൂ എന്നുള്ള ഒരു വാദത്തിൽ. പക്ഷേ പിന്നെയാണ് അറിഞ്ഞത് ഇവർ ഈ നമ്മുടെ സഹോദരങ്ങളെ കൊന്നു, ഇങ്ങനെയുള്ള ചരിത്രമൊക്കെ പിന്നാണ് വരാം. ഞാനിങ്ങനെ നമ്മുടെ ഒരു സഹോദരൻ ക്ലബ് ഹൗസിൽ ചർച്ച വന്നപ്പോൾ പറഞ്ഞ ഒരു അറിവാണിത്. രാജ്ബദർ പറഞ്ഞപ്പോൾ ആഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. താങ്ക് യു. ജെ ടി ബദർ സംസാരിച്ചോ, ചുരുക്കിയ വാക്കിൽ പറയാം. രാജ് ബ്രദറെ, ഒരു ചോദ്യമാണ്. അപ്പൊ ഈ മാലിക് എന്ന് പറഞ്ഞ പടത്തിൽ കാണിക്കുന്നത് സത്യമായിട്ടുള്ള കാര്യമാണോ? അതിനെ വെള്ളയടിക്കാൻ വേണ്ടി ജിഹാദികൾ ഇറക്കിയതായിരിക്കുമല്ലോ. ടോട്ടൽ അബ്സർഡ്. ഓക്കെ നമ്മുടെ ഷെൽവി ബ്രദറെ. പ്രൈസ് ലോർഡ് ബ്രദേഴ്സ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഞാൻ ചെറിയൊരു നരേഷൻ 2 പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ചെറിയൊരു ചോദ്യം കൂടെ ഉള്ളത് ഞാൻ വെച്ചിട്ട് ഞാൻ തീർക്കാം. ഓക്കെ. അപ്പോൾ ഞാനിവിടെ എഴുന്നേറ്റ് വന്നപ്പോഴേക്ക് ഓൾമോസ്റ്റ് എൻ്റെ ചർച്ചയുടെ മുക്കാലും കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ റിപ്ലൈ ഉള്ളതുകൊണ്ട് പിന്നെ ഞാനത് കേൾക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ IS ഉണ്ടായ കാലഘട്ടങ്ങളിൽ 2015 കാലഘട്ടങ്ങളിൽ ലോകത്ത് അത് ശക്തമായി മുന്നോട്ട് വന്ന് യസിദി ട്രൈബ് പോലുള്ള ആൾക്കാരെ കംപ്ലീറ്റ് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ലോകത്തിന്റെ ശ്രദ്ധയിൽ അതൊരു സംഭവമായിട്ട് വാർത്തകൾ വന്നെങ്കിലും ഔട്ട്ക്രൈ, പുറത്തോട്ടുള്ള ശബ്ദങ്ങൾ കുറവായിരുന്നു. യഹിംഗിയ മുസ്ലിങ്ങിന്റെ കാര്യങ്ങൾ ബർമയിൽ നടന്നപ്പോൾ ഒരു ലോകം മുഴുവൻ നിൽക്കുന്ന രീതിയിലൊക്കെ ആയിരുന്നു ഇവിടുത്തെ ന്യൂസുകൾ വന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഓങ് സാൻ സൂചി എന്ന് പറയുന്ന ആ പ്രസിഡന്റിന്റെ എതിരെ അവർക്ക് നോബൽ പ്രൈസ് എല്ലാം കിട്ടിയ ഒരു വ്യക്തിയാണ്. അവർക്കെതിരെ അവരെ ഒറ്റപ്പെടുത്തി അവരെ കംപ്ലീറ്റ് വേറെ രാജ്യങ്ങളിലോട്ടൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ബാനുകളൊക്കെ വന്നു. അവർ കഴിഞ്ഞ ദിവസം അവരുടെ മിലിറ്ററി കോർട്ട് അവരെ വീണ്ടും ജയിലിലടച്ചു. അപ്പം 2 തരം ഇരട്ടത്താപ്പ് പല സമയങ്ങളിലും ഈ വിഷയങ്ങളിൽ നമുക്ക് ലോക ശ്രദ്ധയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി അതിന്റെ ആ നരേഷൻ അവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ തൊടുപുഴ വിഷയത്തിലൂടെ കടന്നിട്ടുണ്ട്. ഞാൻ തൊടുപുഴക്കാരനാണ്. പുറപ്പുഴ അവിടെ നിന്ന് വെറും 8 കിലോമീറ്റർ അപ്പുറയാണ് എൻ്റെ വീടിരിക്കുന്നത്. അവിടെ ഈ സംഭവങ്ങൾ രണ്ടാമത്തെ സംഭവമായിട്ട് ഇത് ഉണ്ടായപ്പോൾ എനിക്കത് വലിയ ആശ്ചര്യമായിട്ട് തോന്നിയില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു പിക്ചർ എങ്ങനെയെന്നുള്ളത് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. അതായത് അവിടെ ഒരു അസന്തുലിതാവസ്ഥ എപ്പോഴും നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയുള്ള പ്രധാനപ്പെട്ട വ്യാപാര സ്ഥാപനങ്ങളിലെല്ലാം ഇവരുടെ മുസ്ലിം സാന്നിധ്യമുള്ള സ്ഥലങ്ങളാണ്. അത് മാത്രമല്ല കച്ചവട മേഖലകളിലും റിയൽ എസ്റ്റേറ്റ് മേഖലകളിലും
പച്ചക്കറി ബിസിനസ്, ഇങ്ങനെയുള്ള സകല മേഖലകളും അവരോടുള്ള സാന്നിധ്യമുള്ള സ്ഥലമാണ്. അവിടെ നടക്കുന്ന സംഭവങ്ങളിൽ ഇവരുമായിട്ടുള്ള ഒരു ഈർഷ്യ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം പുറത്തോട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന വസ്തുത എന്ന് പറയുന്നത് മതം തന്നെയാണ്. ഞാൻ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ എൻ്റെ കാരണവന്മാരും അതുപോലെ എനിക്ക് അറിയാവുന്നവരൊക്കെ പറഞ്ഞിട്ടുള്ളത് അവരുമായിട്ടുള്ള വിഷയങ്ങളിൽ പോയി ചെന്ന് ചാടരുത്, ചാടിക്കഴിഞ്ഞാൽ അത് ഭയങ്കര വലുതായി മാറും എന്നുള്ളതാണ്. ആ ഒരു മേധാവിത്വം അവർ നിലനിർത്തിക്കൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് ആ ജോസഫ് സാറിന്റെ കൈയൊക്കെ വെട്ടുന്ന ഇഷ്യൂയൊക്കെ അവിടെ വരുന്നത്. ആ സമയത്ത് സഭയൊന്നും പുള്ളിയെ സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ള വലിയൊരു വിഷമം തന്നെയുണ്ട്. എങ്കിലും ഈ കാലത്തും അത് നമുക്ക് മുന്നോട്ട് എടുത്തു വെച്ച് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും, അതിന്റെ പരമ്പരായകളെ കുറിച്ച് എല്ലാ കാലത്തും നാണക്കേട് പോലെ പറയാൻ കഴിയുന്നുള്ളത് തന്നെ വലിയൊരു വിജയമായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വിഷയത്തോട് തിരിച്ചു വരട്ടെ. അപ്പോൾ തൊടുപുഴയിലെ വിഷയം, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇനിയും ആവർത്തിക്കും എന്ന് തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാട്. കാരണം അവിടെ ഒരു മുസ്ലിം ഫാമിലി, 2 മുസ്ലിം ഫാമിലികളുടെ നടുക്ക് ഒരു ക്രിസ്ത്യൻ ഫാമിലിയുടെ വീടുണ്ടെങ്കിൽ അവരവിടുത്തെ വീട് വിറ്റിട്ട് മാറി ക്രിസ്ത്യൻ കൂട്ടമുള്ള സ്ഥലത്തേക്ക് മാറിപ്പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ അവിടെ നിലവിലുള്ളതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇത് തന്നെയാണ് ഈരാറ്റുപേട്ടയിലെ വസ്തുതകൾ. അതുകൊണ്ടാണ് പാലാ ബിഷപ്പ് ഈ വിഷയത്തെക്കുറിച്ച് പുറത്തോട്ട് ഇറക്കി സംസാരിച്ചത്. ഞാൻ ആ നരേഷൻ നിർത്തുന്നു. എനിക്ക് പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അനിൽ ബ്രദർ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഇന്ത്യയിൽ മുഗൾ ഭരണം ഇത്ര ശക്തമായിട്ട് നിന്ന കാലഘട്ടങ്ങൾ എന്തുകൊണ്ടാണ് അവരുടെ കൈപ്പിടിയിലോട്ട് മറ്റുള്ള സ്ഥലങ്ങളും വന്നു വീഴാതെ പോയത്, അല്ലെങ്കിൽ ചുരുങ്ങിപ്പോയത് എന്തുകൊണ്ടാണ്? ഒന്ന് ആ പഠനം ഉണ്ടെങ്കിൽ ഒന്ന് കേൾക്കാൻ താല്പര്യമുണ്ട്. താങ്ക് യു. ബ്രദറെ, ഈ മുഗൾ ഭരണം ശക്തമായിരിക്കുന്ന സമയത്ത് തന്നെ ഈ മുഗൾമാർ മാത്രമല്ലല്ലോ, മറ്റ് മുസ്ലിം ഭരണാധികാരികൾ കൂടി ഉണ്ടായിരുന്നു. അപ്പം ഇവർ പരസ്പരം അടിയാണ്. അത് ഇസ്ലാമിൻ്റെ ഒരു ജനിതക ഗുണമാണല്ലോ, പണ്ട് മുതലേ ഉള്ളതാണത്. അപ്പം ഈ പരസ്പരമുള്ള അടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു വിഭാഗങ്ങൾക്ക് പലപ്പോഴും രക്ഷയായി തീർന്നു എന്നുള്ളതാണ്. കാരണം മറ്റുള്ളവരെ ആക്രമിക്കേണ്ടതിൻ്റെ ആ സമയവും ആ സൈന്യവും ഒക്കെ ഇപ്പുറത്ത് പ്രതിരോധത്തിന് വേണ്ടി അല്ലെങ്കിൽ മുസ്ലിങ്ങളുമായിട്ട് തന്നെയുള്ള ഫൈറ്റിന് വേണ്ടി മാറ്റിവെക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പ്രശ്നം അതൊരു വിഷയമാണ്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത്, ഈ ശിവാജിയുടെയൊക്കെ നേതൃത്വത്തിലുള്ള, അതായത് സിഖുകാർ അപ്പുറത്തുണ്ട്, രജപുത്രരുണ്ട്, സിഖുകാരുണ്ട്, ഇപ്പുറത്താണെങ്കിൽ മറാത്തക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അവർക്കൊരു വലിയ പ്രതിബന്ധം സൃഷ്ടിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് യൂറോപ്യന്മാർ വരുന്നത്. യൂറോപ്യന്മാർ വന്നതോടുകൂടി മൊത്തത്തിൽ തീർന്നുപോയി. ഇവർക്ക് പിന്നെ ഓരോരോ ഇടങ്ങളിലായിട്ട് അല്പാൽപമായിട്ട്, അതായത് സിറാജുദ്ദൗളനെ പരാജയപ്പെടുത്തി ബംഗാളും പിന്നെ മറ്റേ ബാമിനി സുൽത്താന്മാരെ, അങ്ങനെ ഓരോരോ ഇടങ്ങളിലും ഓരോരുത്തരായിട്ട് പഞ്ചാബിലും അതുപോലെ തന്നെ ചെയ്തു. ഇങ്ങനെയൊക്കെ ആയിട്ട് പതുക്കെ അവർ മൊത്തം ഇവരെ നിരായുധീകരിക്കാമെന്ന് തന്നെ പറയാം, ആ ലെവലിലാക്കുകയാണ് ചെയ്തത്. ഇത് ഇവരെ തമ്മിലടി ഇല്ലായിരുന്നെങ്കിൽ ഇവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മുഴുവനും കൈവശമാക്കിയാണ്. ഇത് അംബേദ്കർ പറയുന്നുണ്ട്, ഇവരുടെ തമ്മിലുള്ള ഫൈറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ നമ്മൾ ആ ചർച്ച മുന്നോട്ട് പോകുമ്പോൾ അതിലുണ്ട്, ഇത് വരും, അദ്ദേഹം അത് എഴുതിയിട്ടുണ്ട്. ഇവരുടെ ഈ തമ്മിലടി എങ്ങനെയാണ് ഇത് പൂർണ്ണമായിട്ടും കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് അവർ തടസ്സമായിട്ട് നിന്നെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഒരു പ്രധാന കാര്യം അതായിരുന്നു ബ്രദറെ. താങ്ക് യു ബ്രദറെ, താങ്ക് യു. ഓക്കെ, ഷെൽവി ബ്രദർ. ജോൺ ബ്രദർ സംസാരിച്ചു. ജോൺ. ഇവർ ഈ ഇസ്ലാമിസ്റ്റുകൾ ഇവര് ന്യൂനപക്ഷമായിട്ടുള്ള രാജ്യത്ത് ഇവർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇസ്ലാമിനെ ഒറ്റപ്പെടുത്തുന്നു എന്നൊരു ടേം ഇവർ ഉപയോഗിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ മറ്റുള്ള സമൂഹങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കാൻ ഇവർ തന്നെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഇവര് വേഷത്തിലും വസ്ത്രത്തിലും എല്ലാ രീതിയിലും ഇവർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണെന്ന് കാണിക്കാൻ ഇവരെ കഴിഞ്ഞിട്ടാണുള്ളൂ. അതിന്റെ ഭാഗമാണല്ലോ ഹലാലൊക്കെ. ഇവരെ അർത്ഥത കഴിക്കൂ, ഇവരുടെ വസ്ത്ര രീതികൾ, അങ്ങനെ ഇവർക്ക് പ്രത്യേക പ്രിവിലേജുകൾ എല്ലാ നാട്ടിലും വേണമെന്ന് അതുകൊണ്ടാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇവർക്ക് സ്വന്തം നിയമം ഇന്ത്യയിൽ വേണം, ഇവർക്ക് ശരിയത്ത് നിയമം വേണം, ഇവിടുത്തെ പറ്റിയാരാ, ഇതൊക്കെ അതുകൊണ്ടാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇവർ ന്യൂനപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആനുകൂല്യം പറ്റുന്ന ഇവരാണ്. ഇപ്പൊ OBC സംവരണത്തിന്റെ പേരിൽ ഇവിടുത്തെ ന്യൂനപക്ഷ അവകാശങ്ങൾ മുഴുവൻ ഇവർ കവർന്നുകൊണ്ടുപോയിരുന്നത്. ഇവിടുത്തെ മതേതരരായിട്ടുള്ള ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഇവരെ പ്രീണിപ്പിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഇവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. ഇവരെല്ലാ ആനുകൂല്യങ്ങളും ഇവർക്ക് വേണ്ടി പിടിച്ചു വരുന്നുണ്ട്. നമുക്ക് അവകാശങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളതാണ് മറ്റു സത്യം. അതുപോലെ തന്നെ ഇവരുടെ ഒരു ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് തുല്യനീതി വേണം, ഇവർക്ക് ഉയർന്നു വരണം. അതിനുവേണ്ടിയിട്ടാണ് ഈ സംവരണമൊക്കെ ഇവിടെ ചോദിച്ചു വാങ്ങുന്നതൊക്കെ ഉപയോഗിക്കുന്നു മറ്റ് ന്യൂനപക്ഷ നാടുകളിൽ. അതേസമയം പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുള്ള ന്യൂനപക്ഷങ്ങളോട് ഇവരെന്താ കാണിക്കുന്നത്? അവിടെയുള്ള ന്യൂനപക്ഷങ്ങളായുള്ള ഹൈന്ദവരും ഹിന്ദുക്കളും ഇവരുടെ തലത്തിലേക്ക് ഉയർന്നു വരാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ ചെയ്യുന്നുണ്ട്. അവരെ അടിച്ചമർത്തി ഇല്ലാതാക്കുക എന്നുള്ളതല്ലാതെ ഇതൊക്കെയാണ് ഇവരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ. ഇത് ഇവിടുത്തെ മതേതരർ എന്ന് ചമയുന്ന ഹൈന്ദവരും ക്രൈസ്തവരും തിരിച്ചറിയണം. ഇവർക്ക് ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ ഇവരുടെ ഒഴിവാക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. പണ്ടൊക്കെ ഓക്കെ, ഇപ്പൊ ഇവർ വിദ്യാഭ്യാസം കൊണ്ട് ഇവര് ഉന്നതിയിലാണ്. വിദേശ പണം ഇവരുടെ കയ്യിൽ ഒരുപാട് ഉണ്ട്. വ്യവസായം കൊണ്ട് ഇവർ ഉന്നതിയിലാണ്. ഇവർക്ക് ഇപ്പൊ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ട്രസ്റ്റും ഹോസ്പിറ്റലും ഇവർക്ക് എന്തോരം ഉണ്ട്. മറ്റു സമുദായങ്ങളെക്കാൾ ഇവർ ഉന്നതിയിൽ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ
ഇവർ ഈ നാടിനോട് ആ പഴയ കാലത്ത് മാത്രമല്ല ഈ കാലത്ത് അതിനും വലിയ ദ്രോഹമാണ് ചെയ്യുന്നതെന്ന് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു ബ്രദറെ. നമ്മുടെ അരുവിത്തറ ബ്രദർ ഉണ്ടോ? സാർ ഒരു ശവസംസ്കാരം ഉണ്ട്, ഞാൻ പങ്കെടുക്കാൻ പോവാ. കുഴപ്പമില്ല ബ്രദറെ. ഞങ്ങള് അരുവിത്തറയുടെ ഒരു ചരിത്രം പറയാൻ ആഗ്രഹമുണ്ടായിരുന്നു, സമയമില്ല. കാരണം ചോദിച്ചാൽ ഈരാറ്റുപേട്ടയും അരുവിത്തറയുടെ ഒരു ചരിത്രം പറയണമെന്നുണ്ടായിരുന്നു, സമയമില്ലാത്തതുകൊണ്ട് അടുത്ത ഏതൊരു ചർച്ചയിൽ നമുക്ക് സംസാരിക്കാം. 3 മണിക്കാ സാർ ഞാൻ പോവാ. കുഴപ്പമില്ല, വിട്ടോ. ഓക്കെ, അടുത്ത ആള് അതാണ് ശരി, അത് മാത്രം അതിൽ വലിയൊരു ശരിയുണ്ട്. അതാണ് ശരി, അതിൽ വലിയൊരു ശരിയുണ്ട്. ഞാൻ സംസാരിച്ചിട്ട് നെയിം ചേഞ്ച്. ഓക്കെ. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 കാര്യം എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഒരെണ്ണം അനിൽ ബ്രദറോടുള്ള ഒരു ചോദ്യമാണ്. ഫസ്റ്റ് ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മധ്യപ്രദേശിൽ ആ പ്രശ്നം ഉണ്ടായ കേസ്, അത് മറ്റേ ഷെക്കിന ന്യൂസ് ചാനലിൽ ആ ഫാദറിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നായിരുന്നു, സ്കൂൾ പ്രിൻസിപ്പളിന്റെ. അതായത് അവിടുത്തെ സ്കൂളിനോട് ചേർന്നിട്ട് ഒരു പള്ളിയുണ്ട് 2-3 കിലോമീറ്റർ ദൂരത്തിൽ. ആ പള്ളിയിൽ ആദ്യ കുർബാന സ്വീകരണം നടന്നതിന്റെ ഫോട്ടോസ് അവരുടെ ഏതോ പോസ്റ്റിൽ ഇട്ടത് കോപ്പി ചെയ്തിട്ടാണ് ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കിയത്. അതല്ലാതെ ഒരു മതമാറ്റം കൺവേർഷൻ അവിടെ നടന്നിട്ടില്ല. അപ്പൊ ഈ സംഭവം മുൻകൂട്ടി കണ്ട് അവിടുത്തെ ഈ പറഞ്ഞ ആള് ഇൻഫോം ചെയ്തായിരുന്നു ഹയർ ഒഫീഷ്യൽസിന്. പക്ഷെ ആരും തന്നെ അതിൽ ഇൻവോൾവ് ആയില്ല, പ്രൊട്ടക്ഷൻ കൊടുത്തില്ല. ഇപ്പൊ സെയിന്റ് ജോസഫ് സ്കൂളും സെയിന്റ് ജോസഫ് ചർച്ചെന്നും സിമിലർ ആയിട്ട് പേര് വന്നത് കൊണ്ടാണ് ഈ പ്രശ്നക്കാർ കയറി അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈജാക്കിന്റെ കേസ് പറഞ്ഞു. ഇപ്പൊ അനിൽ ബ്രദറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹൈജാക്ക് ചെയ്യാനായിട്ട് ഇപ്പൊ വേറെ എവിടെ നോക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ഫേസ്ബുക്ക് ക്ലബ് ഹൗസിന് നോക്കിയാൽ മതി. 2 വലിയ ഗ്രൂപ്പായിരുന്നു, ഒന്ന് കോലായിയും ഒന്ന് ഇപ്പൊ ട്രൂത്ത് ഫൈറ്റേഴ്സും. ഈ 2 വ്യാജന്മാരുണ്ടാക്കിയത് ഇവിടുത്തെ മെയിൻ ആൾക്കാരാണെന്ന് എല്ലാവർക്കും അറിയാം. അത് ഇപ്പൊ ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ വേറൊരു ഗ്രൂപ്പ് വ്യാജനുണ്ട്, അതും വെച്ചിട്ടാണ് ഇവര് ഹൈജാക്കിങ്ങിന്റെ കേസ് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. പിന്നെ മൂന്നാമത്തെ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനിൽ പാസ്റ്ററോടാണ്. അതായത് ഞാനിപ്പോ ട്രാവൽ ചെയ്ത സമയത്ത് ഈ SDPI അല്ലെങ്കിൽ ഇവരുടെ മെജോറിറ്റി ഉള്ള ഏരിയസിലെല്ലാം തന്നെ വാരിയംകുന്നത്തിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ടൊരു ബുക്ക് സംഭവം കണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് 1924 മറ്റേ ഗാർഡിയൻ ന്യൂസ് പേപ്പറിനകത്ത് വന്നൊരു ലെറ്റർ, ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ഒരു കോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്നും പറയാമോ? അത് ഉള്ളതാണോ അതോ ഒരു ഫേക്ക് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ബ്രദറെ, അത് ആ ഫോട്ടോ മറ്റേ റമീസ് മുഹമ്മദ് ആ ഫോട്ടോ കൊണ്ടുവന്നതിന് ശേഷം ഉണ്ടായിരുന്ന വിവാദങ്ങൾ പലതും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഡീപ്പ് സ്റ്റഡി ഒന്നും നടത്തിയില്ല. പല പോസ്റ്റുകളും വായിക്കുകയാണ് ചെയ്തത്. ഇതിനെതിരെയുള്ള വാദങ്ങൾ എന്തൊക്കെയാണ്, അനുകൂലമായ വാദങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനായിട്ട് സ്വന്തമായിട്ടൊരു ഇതിന് പോവുകയല്ല, അവരുടെ പോസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായിക്കുകയാണ് ചെയ്തത്. അപ്പോൾ വായിച്ചതിൽ നിന്ന് ഇവർക്കതിന് ഈ ഇസ്ലാം പക്ഷത്തിന് അതിന് വലിയ ഇതൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വലിയ കാര്യത്തിൽ വിക്കിപീഡിയയിൽ അപ്ലോഡ് ചെയ്തതാണ്, വാരിയംകുന്നനാണ്, അതാണ് ഇതാണ്, പിന്നെ കുറേ റെഫറൻസ് ഇതൊക്കെ. പക്ഷേ ഒരു ദിവസം പോലും അതിന് ആയുസ് ഉണ്ടായില്ല. ഒരു ദിവസത്തിനുള്ളിൽ തന്നെ അതെല്ലാം വിക്കിപീഡിയ എടുത്ത് കളഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞതെല്ലാം വ്യാജമാണ്. അപ്പോൾ മറ്റാളുകൾ അത് വ്യാജമാണെന്നുള്ള കാര്യം തെളിയിച്ച് കഴിഞ്ഞപ്പോൾ എടുത്ത് കളയല്ല, മൊത്തം അവർ ആദ്യം പറഞ്ഞ സാധനമൊക്കെ എഡിറ്റ് ചെയ്തിട്ട് വേറെ ഇതിലേക്ക് അവരുടെ അവകാശവാദങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ് വേറെ അവകാശവാദങ്ങളിലേക്ക് അവർക്ക് പോകേണ്ടി വന്നു. അല്ലെങ്കിൽ ആ വിധത്തിൽ വിക്കിപീഡിയ അത് എഡിറ്റ് ചെയ്തു എന്നുള്ളതാണ്. എഡിറ്റ് ചെയ്തതിൻ്റെ കാരണം രണ്ടാമത് വന്ന ആളുകൾ കൃത്യമായിട്ട് റെഫറൻസുകൾ സഹിതം കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ആദ്യം പറഞ്ഞതെല്ലാം നുണയാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് മാറ്റുന്നത്. അപ്പോൾ ഇവർ അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇവർ മാറ്റിക്കഴിഞ്ഞാൽ മറ്റവർ പറയുന്നതിൽ സത്യം ഉണ്ടെങ്കിൽ അവർ തിരിച്ചു കൊണ്ടുവരണമായിരുന്നു. തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയില്ല. ഇപ്പോഴും ആ എഡിറ്റ് ചെയ്ത് മാറ്റിക്കളഞ്ഞ സംഗതി തന്നെ നിൽക്കുകയാണ്. ഇതിൽ വാരിയംകുന്നൻ്റെ പേരോ മറ്റോ ഒന്നും പറയുന്നൊന്നുമില്ല. ആകെ പറയുന്ന ഒരു ആലി രാജ എന്ന് പറയുന്നത്, അതായത് അലി മുസ്ലിയാരുണ്ടല്ലോ, അലി മുസ്ലിയാരുടെ പേരാണ്. അലി മുസ്ലിയാർക്ക് സഹായികളുണ്ടെന്നൊക്കെ പറയുന്നുള്ളത്, അല്ലാതെ ഇയാളുടെ പേരൊന്നുമില്ല. ഇത് റമീസ് ചുമ്മാ അടിച്ചിറക്കിയതാണ് ഇവന്മാരെയൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. ഏതോ ഒരാളുടെ ഫോട്ടോ, അത് സായിപ്പിൻ്റെ ഫോട്ടോ കണ്ടില്ലേ, ആ ഒരു കണ്ണൊക്കെ പൂച്ചക്കണ്ണുകളൊക്കെ ആയിട്ട് ഒരു ഇതായിട്ട് നമുക്ക് പരിചയമുള്ള, അല്ലെങ്കിൽ കെ മാധവൻ നായരൊക്കെ വിവരിച്ചിരിക്കുന്ന ഇയാളുടെ ഫോട്ടോയേ അല്ല. മാധവൻ നായരൊക്കെ എഴുതിയിരിക്കുന്നത് ആ സംഭവം നടക്കുന്ന സമയത്ത് ഇയാൾക്ക് 60 വയസ്സിന് മുകളിൽ പ്രായമുണ്ടെന്നാണ്. ഈ വാരിയംകുന്ന് കുഞ്ഞഹമ്മദ് ഹാജിക്ക് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളത്. പക്ഷേ ഫോട്ടോസ് ഏതാണ്, ഫോട്ടോസ് എന്നൊക്കെ പറഞ്ഞാൽ ചെറുപ്പത്തിലാണ്. അപ്പോൾ പിന്നെ പറയുമായിരിക്കും ചെറുപ്പകാലത്ത് ഫോട്ടോ എടുത്ത് വെച്ചിരുന്നത്. അന്നത്തെ കാലത്ത് ഫോട്ടോ എടുക്കുന്ന സംഗതി തന്നെ വളരെ അപൂർവമാണ്, നമുക്കറിയാവുന്ന പോലെ അത്യപൂർവമായ സംഭവമാണ്. അപ്പോൾ ഇതേപോലത്തെ വല്ല പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്രക്കാരോ മറ്റോ ഒന്ന് ഫോട്ടോ എടുക്കുമെന്നല്ലാതെ ഈ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഈ പുള്ളി യുവാവായിരിക്കുന്ന സമയത്ത് ആരും ഒന്ന് ഫോട്ടോ എടുക്കാനാണ്? പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ലോജിക്ക് വേണ്ടേ? ഏതോ ഒരു സാഹിബിന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് വന്നിട്ട് റമീസ് ഇവിടെ ഉള്ളവന്മാരെയൊക്കെ പറ്റിച്ച്, അത്രേ ഉള്ളൂ സംഗതി. ഇത് അതുപോലെ ബ്രദറെ, ഈ
ഈ മറ്റേ ഗാർഡിയൻ ന്യൂസ് പേപ്പറിൽ ഒരു കോട്ട് ഇവിടെ വെച്ചിട്ടില്ലേ, സുൽത്താൻ ആവേണ്ടിയിരുന്ന ദ പേഴ്സൺ ഹൂ കിങ് ആവേണ്ട ഒരു കോട്ട് വെച്ചിട്ടുണ്ട്. അത് ഒരു ഹിസ്റ്റോറിക്കൽ ആക്യുറേറ്റ് ആണ്, അങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഇല്ല, അത് ഈ ഇതിനകത്തുനിന്നല്ല ബ്രദറെ, ഒരു ഫ്രഞ്ച് വോയേജർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഫ്രഞ്ച് ഇതിൽ നിന്നുള്ള സംഭവമായിട്ട് അത് പറയുന്നത്. പക്ഷെ ആ ഫ്രഞ്ചിന്റെ ഇതിലേക്ക് ചെല്ലുമ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം ഇല്ലാന്ന് അറിയുന്നത്. ഓക്കെ ബ്രദർ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ ഈ വിക്കിപീഡിയയുടെ കേസ് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോ പാലാ ബിഷപ്പ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു നാർക്കോട്ടിക് ജിഹാദിന്റെ. അപ്പോ ആ നാർക്കോട്ടിക് ജിഹാദിന്റെ പേരിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയായിരുന്നു. അത് കോൺസ്പിറസിയാണ്, അത് പാലാ ബിഷപ്പിന്റെ ഒരു കോൺസ്പിറസിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു നെക്സ്റ്റ് ഇൻസ്റ്റന്റ് തന്നെ ഒരു വിക്കിപീഡിയ പേജ് ഉണ്ടാക്കിയായിരുന്നു. എന്നിട്ട് അത് ഫസ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഇഷ്യൂ വന്ന സമയത്ത് ആ സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് പോപ്പപ്പ് ചെയ്ത് വരുന്ന വിക്കിപീഡിയ ആണ്. വിക്കിപീഡിയ കയറി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവണം എന്താ, പാലാ ബിഷപ്പ് എന്ന് പറഞ്ഞ ആള് കല്ലറങ്ങാട്ടിന്റെ ആളുടെ കോൺസ്പിറസിയാണ്, അങ്ങനെ ഒരു സംഭവം ഇന്ത്യയിൽ ഇല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ജിഹാദ് എന്ന് പറഞ്ഞ സെറ്റപ്പ് ഇന്റർനെറ്റിലേക്ക് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല, അതുണ്ട് ബ്രദറെ. അത് ഈ ഇന്റലക്ച്വൽ ജിഹാദ് എന്ന് പറയുന്ന സംഗതി വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ദശാബ്ദങ്ങളായിട്ടുള്ളതാണ് ഇവിടെ. ഇവിടെ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകമെമ്പാടും ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് പല മീഡിയകളെയും ഇവര് വിലക്കെടുത്തിട്ടുണ്ട്. പലതിൻ്റെയും ഷെയറിൽ നല്ല ഓഹരി ഇവരാണ്, ഷെയറിൻ്റെ നല്ലൊരു ഹോൾഡർ ഇവരാണ്. അതല്ലെങ്കിൽ പത്രപ്രവർത്തകരിലെ പലരെയും, ചിലത് പണം, ചിലത് പെണ്ണ്, ഇതൊന്നും അല്ലാത്തവരെ പല ട്രാപ്പുകളിൽ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് ഇവരെ ആൾക്കാരാക്കി മാറ്റിയിട്ടുണ്ട്. ഇവർക്ക് വേണ്ടുന്ന വാർത്തകൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ ആ മുസ്ലിം ജനക്കൂട്ടം ഒരു നിരപരാധിയായ ഒരു മനുഷ്യനെ പച്ചയ്ക്ക് ചുട്ടുവന്നത് ഇവിടെ വാർത്തയായിട്ടില്ല. മനോജ് ബ്രദർ ആക്രമിക്കപ്പെട്ടതൊന്നും ഒരു അന്തിചർച്ചയായിട്ടില്ല, ഒന്നും ആയിട്ടില്ല. അതേസമയം വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലോ അതെല്ലാം വലിയ കാര്യമായിട്ട് ഒരു ചർച്ചയ്ക്ക് വയ്ക്കും. അപ്പോൾ ഇസ്ലാമിന് ദോഷകരമായിട്ട് വരുന്ന കാര്യങ്ങളൊന്നും പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ വരാതിരിക്കുക എന്നുള്ളത്. പിന്നെ മറ്റൊന്ന്, ഈ വിദ്യാഭ്യാസ വിചക്ഷണന്മാരെ അവരെ വിലക്കെടുത്തിരിക്കുന്നതൊക്കെയാണ്. ഇസ്ലാമിന് വേണ്ടുന്ന വിധത്തിൽ കാര്യങ്ങൾ അവർ അവതരിപ്പിക്കും. ടെക്സ്റ്റ് ബുക്കുകൾ പലതും തിരുത്തും. ഇങ്ങനെ പല കാര്യങ്ങളും ഇതൊക്കെ ദശാബ്ദങ്ങളായിട്ട് ചെയ്യുന്നതാണ്. ഒരു 10-40 വർഷത്തിന് മേലെയെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഇത് പഴക്കമുണ്ട്. ഇങ്ങനെ ഇന്റലക്ച്വൽ ജിഹാദിന്റെ ഭാഗമായിട്ട് ഇവരിത് ചെയ്യുന്നത്. പൊതുജനത്തെ ആകെ റോങ് ഇൻഫർമേഷൻ കൊടുത്തിട്ട് ഇസ്ലാമിന് അനുകൂലമായിട്ട് ചിന്തിക്കുന്ന വിധത്തിലേക്ക് പൊതുജനത്തിന്റെ മനസാക്ഷിയെ അല്ലെങ്കിൽ തലച്ചോറിനെ ആ വിധത്തിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി ചെയ്യുന്നതാണ് ഇതൊക്കെ. താങ്ക് യു. സഹോദരൻ നന്ദി. അനിൽ ബ്രദറെ ക്ലോസ് ചെയ്താലോ? അനിൽ ബ്രദർ, എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു. ചെയ്യാം ബ്രദറെ, ചെയ്യാം. ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.